ദൈനംദിന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സംഘടനയുടെ സുഗമമായ പ്രവർത്തനങ്ങൾ നിന്നു പോകാൻ പാടില്ല എന്നുള്ള ആശയത്തോടു കൂടിയാണ് സംഘടനയുടെ സംസ്ഥാന ജില്ലാ ഘടകങ്ങളെല്ലാം തന്നെ വിവിധ വെബ് സെമിനാറുകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം തന്നെ 3ഓളം വെബ് സെമിനാറുകൾ നടന്നു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും സമാന രീതിയിലുള്ള വെബിനാർ സീരീസുകൾ നടത്താനായി ജില്ലയുടെ കഴിഞ്ഞ സെൻട്രൽ കമ്മിറ്റിയും അതുപോലെ താലൂക്ക് ഏരിയ പ്രസിഡന്റ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന കമ്മിറ്റിയിലും തീരുമാനമായിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ വെബിനാർ പ്രോഗ്രാമായിട്ടുള്ള IAS കോഴ്സ് ആൻഡ് പ്രാക്ടിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ ഒരു വെബിനാർ നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സൂം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് അതിന്റെ അൺപെയ്ഡ് വേർഷൻ ആയതുകൊണ്ട് പരമാവധി 100 പേരെ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. പരമാവധി 100 പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ എന്നുള്ളതായിരുന്നു അതിന്റെ പരിമിതി. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ 44 പേരുള്ളതിനാൽ അത് കഴിച്ച് ബാക്കി 55-56 പേരെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. അപ്പൊ ആ ഉദ്ദേശത്തിലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇട്ട് ഏരിയ താലൂക്ക് ഭാരവാഹികൾ അതിനകത്ത് മറ്റംഗങ്ങളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ ഇതുണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ മെസ്സേജ് പാസ് ചെയ്തത്. എന്നാൽ ഇതിനോടകം 20-നുള്ളിൽ ആളുകൾ മാത്രമേ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ളൂ. കൂടുതൽ ആളുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഇന്റർനെറ്റ് കണക്ഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. സൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മൊബൈലിൽ ആണ് ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൂം ആപ്ലിക്കേഷൻ എങ്ങനെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കൂടുതൽ ആളുകൾ പരിപാടിയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിനായി നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ലയൺസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ KA ശിവൻ സാറിനെ ഈ വെബിനാർ പ്രോഗ്രാമിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായി നമ്മളൊപ്പം ചേർന്നിട്ടുള്ള ലയൺസ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും കരുത്തുറ്റ നേതാവുമായ പ്രിയങ്കരനായ ശ്രീ വിനോദ് കുമാർ CS സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് കണ്ടക്ട് ചെയ്യാനായി എത്തിയിട്ടുള്ള നമ്മുടെ വെബിനാർ നയിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എഞ്ചിനീയർ ബിജു C തോമസ് സാർ. അദ്ദേഹം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ലയൺസ് ഒരു അംഗമാണ്. ചെങ്ങന്നൂർ താലൂക്കിൽ നിന്നുള്ള ഒരു അംഗമാണ്. വളരെയധികം ആളുകളായി ലയൺസ് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള, അതുപോലെ അതേ വിഷയത്തിൽ തന്നെ ഒരു റിസർച്ച് സ്കോളറായിട്ടുള്ള ഉടൻ തന്നെ അദ്ദേഹം PhD കിട്ടി എത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ട്രക്ചറൽ ഡിസൈൻ അതിന്റെ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തും അനവധി പ്രോജക്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വളരെ സങ്കീർണമായ അനവധി വിഷയങ്ങൾ അതിൽ പരിഹാരം കണ്ടെത്തുകയും ചെയ്ത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആളാണ് നമുക്ക് ഇന്ന് ഫാക്കൽറ്റിയായിട്ട് കിട്ടിയിട്ടുള്ള ശ്രീ ബിജു C തോമസ് സാർ. അനവധിയായ വിഷയങ്ങളിലാണ് അദ്ദേഹം ഇതിനു മുമ്പ് സെമിനാറുകളും പ്രസന്റേഷനുകളും നടത്തിയിട്ടുള്ളത്. അതിൽ ചിലത് നമ്മുടെ സംഘടനയിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റനവധി പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ പ്രത്യേകമായ പങ്ക് വഹിക്കുകയും സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ബിജു C തോമസ് സാറിനെ നമ്മുടെ ഈ പരിപാടി നയിക്കുന്നതിലേക്കും ഈ വെബിനാർ പ്രോഗ്രാമിലേക്കും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ VD ജയകുമാർ സാർ, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ അനിൽ MR, അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഈ മീറ്റിംഗിലേക്കും പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. മുൻ ജില്ലാ സെക്രട്ടറി
ശ്രീ ഷൈൻ ജോസഫ് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയുടെ ട്രഷറർ ശ്രീ ജി രാജേഷിനെ ഈ വെബിനാർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും, ഏരിയ താലൂക്ക് കമ്മിറ്റി അംഗങ്ങളെയും, ഭാരവാഹികളെയും, അതുപോലെ പ്രിയപ്പെട്ട മെമ്പർമാരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജെ ലെൻസ്ഫർഡ്. ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നത്, നമുക്ക് ഈ പ്രോഗ്രാമിന് നമ്മൾ ടൈം എടുത്തിരിക്കുന്നത് ഏതാണ്ട് 1.5 മണിക്കൂറാണ്. അതിൽ തന്നെ കുറെ സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ എൻ്റർ ആവുന്ന എല്ലാ ആളുകളെയും ഞാൻ ആദ്യം തന്നെ മ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്തിനിടയിൽ, നമ്മുടെ പ്രോഗ്രാം തീരുന്നതിനിടയിൽ സമയം തീർന്ന് ഡിസ്കണക്ട് ആയാൽ വീണ്ടും ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് വിത്തൗട്ട് എനി നോട്ടിഫിക്കേഷൻ, പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു എന്ന് അറിയിക്കാതെ ഡിസ്കണക്ട് ആയാൽ ഒരിക്കൽ കൂടി ഇതേ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം വെബ് സെമിനാറിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ സി അവർകൾ, ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ബിജു സി തോമസ് അവർകൾ, നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ മൻമോഹൻ, അതിലുപരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായ ശ്രീ വി ഡി ജയകുമാർ, ജില്ലാ ട്രഷറർ ശ്രീ രാജേഷ്, മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ ഷൈൻ ജോസഫ് അവറുകൾ, മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, താലൂക്കിൽ നിന്ന് വന്നിട്ടുള്ള ഭാരവാഹികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. ഞാൻ സമയക്കുറവുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നില്ല. ഏതായാലും എനിക്ക് 1-2 നിർദ്ദേശങ്ങൾ തരാനുണ്ട്. ഇപ്പം ആദ്യം ഈ സെമിനാർ തീരുന്നിടം വരെ ഇപ്പം എല്ലാവരുടെയും ഓഡിയോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ ക്ലാസ് ഒരു പക്ഷെങ്കിൽ നമുക്ക് ആർക്കും വളരെ പരിചയക്കുറവുള്ളതാണ് ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വിജീത് തോമസ് ആണ്. അദ്ദേഹം ചെങ്ങന്നൂർ നിവാസിയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ലെൻഫെഡിൻ്റെ ഒരു മെമ്പറും കൂടെയാണ്. അപ്പം അദ്ദേഹം ചെങ്ങന്നൂർ തന്നെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഞാൻ കുറച്ച് കഴിഞ്ഞ ആഴ്ച നമ്മളെ ഡേറ്റ് വെച്ചാണ്. അപ്പം ഡേറ്റ് അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി താമസം വന്നു. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് ഇന്ന് വ്യാഴാഴ്ച ഡേറ്റ് കിട്ടിയാണ്. വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പരമാവധി 1 മണിക്കൂറാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചത്. അദ്ദേഹം അത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. ഇപ്പം തന്നെ നമ്മുടെ 1 മണിക്കൂർക്കുള്ള, അതായത് 40 മിനിറ്റ് നമുക്ക് വേസ്റ്റായി. അപ്പോൾ അതുപോലെ ഇനിയുള്ള സമയം വേസ്റ്റ് ആയിരിക്കാൻ വേണ്ടി ഇപ്പം ഇതിനെപ്പറ്റി ക്ലാസ് നടത്തുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും സംശയം തോന്നാറുണ്ട്. ആ സംശയമുള്ള ആൾക്കാർ അതൊന്ന് പ്രത്യേകം ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് മെസ്സേജായിട്ട് തരണം. മെസ്സേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. നമ്മുടെ ആ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പം താഴെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിനകത്ത് പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ചാറ്റ് എന്ന് പറഞ്ഞ് കാണും. ചാറ്റ് എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതിനകത്ത് നമ്മുടെ സ്ക്രീനകത്ത് നമ്മൾ ചാറ്റ് ചെയ്താൽ മതി. അത് എഴുതി കൊടുത്താൽ മതി. മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി കൊടുത്താൽ ആ സംശയങ്ങൾ നമുക്ക് സൈറ്റിൽ കിട്ടും. അപ്പം തന്നെ അത് ഏറ്റവും അവസാനം അതിനുള്ള സമയം തരുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരും സംശയങ്ങൾ ചോദിച്ചിട്ട് സമയം വേസ്റ്റ് ആക്കരുത്. അത് മാത്രമല്ല, നമ്മൾ നേരിട്ട് ക്ലാസ്സിൽ നടത്തുന്ന പോലെയല്ല. ഓരോരുത്തർക്കും ചോദിക്കുമ്പോൾ അതിനുള്ള സമയം പോകും, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധ വരുത്തണം. നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് വളരെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹം ഒരു ലീഡിങ് സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിനോട് സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ ക്ലാസ് നടത്താനാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞ ഒന്ന് ചെയ്താണ്. അത് മാത്രമല്ല, അത് 1 മണിക്കൂറോ 2-3 മണിക്കൂറോ കൊണ്ട് ചെയ്താൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ സംബന്ധിച്ച് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അതൊക്കെ ഇച്ചിരി വളരെ ആഴത്തിലുള്ള സബ്ജക്റ്റാണ്. അപ്പം നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു കാര്യം ഇന്ത്യൻ കോഡ്, ഐഎസ് കോഡ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ശരിയാണ്, നമുക്ക് പരിചയക്കുറവാണ്. ഇനിയിപ്പോൾ നമ്മളതൊക്കെ അതിനെ അനുകരിച്ച് പോകേണ്ടതായിട്ട് വരും. നമ്മളെല്ലാം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് അനുസരിച്ച് വേണം പ്ലാൻ ഡിസൈൻ ചെയ്യേണ്ടതും വരയ്ക്കേണ്ടതും ഒക്കെ. അപ്പോൾ അത് കീപ്പ് ചെയ്താൽ നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ച് ഒരുപാട് മെച്ചമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് വെച്ചത്. അതിൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഞാൻ വിചാരിച്ച 100 പേര് എന്ന് പറയുമ്പോൾ ഒരു 10-30 അല്ല 10-40 ആകുമ്പോഴത്തേക്ക് ഇതിനെ ഫില്ലാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു.
എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ഇത് നമ്മുടെ മെമ്പേഴ്സിന് ഒരു സൂം മീറ്റിംഗ്, ക്രൗഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആർക്കും പരിചയമില്ല. കുറച്ച് പേർക്ക് മാത്രം പരിചയമുണ്ട്. മറ്റുള്ളവർക്ക് പരിചയപ്പെടുന്നതിന് വേണ്ടി മാത്രം വിശദമായി മനുമോഹനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കായംകുളം ഏരിയയുടെ സെക്രട്ടറി അരുണ അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് എഴുതിയിരുന്നു. അത് രണ്ടും ആലപ്പുഴ ജനറൽ ചാറ്റിനകത്ത് ആ കോളത്തിനകത്ത് നമ്മൾ ഇട്ടിരുന്നു. കൂടാതെ ഡിസ്ട്രിക്റ്റ് ഇതിനകത്ത് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും അതെങ്ങനെ സൂം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്നും അതിനകത്ത് എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നും പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പോരാഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ സമയക്കുറവും മറ്റ് ഒക്കെ ആയിരിക്കാം. ഏതായാലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് കണ്ടിന്യൂ ചെയ്ത് തീർന്നതിന് ശേഷം ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ഒരു ക്ലാസ് നടത്തണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ട്, നമ്മൾ സജഷൻ പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അതുകൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ COVID-19 മുഖാന്തരം നമുക്ക് നഷ്ടപ്പെട്ട ഈ 2 മാസ സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെ നമ്മുടെ തൊഴിൽ രംഗത്ത് നല്ലൊരു പാഠം അല്ലെ നമുക്ക് നമ്മുടെ തൊഴിൽ രംഗമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് നല്ലൊരു പാഠം, നമുക്ക് നല്ലൊരു അറിവ് ലഭിക്കാനുള്ള സമയം കൂടാണ്. കുറച്ച് സമയം നമ്മുടെ വീഴ്ചയായിട്ടുണ്ട്, എങ്കിലും അതിലൊക്കെ കടന്നു പോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ചെയ്യുന്നതിനെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് കുമാർ സി അവരെ ക്ഷണിച്ചോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, നമസ്കാരം. ഈ ആലപ്പുഴ ജില്ലയുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് ശിവൻ അവറുകൾ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശ്രീ മനുമോഹൻ അവറുകൾ, അതുപോലെ ഇന്ന് നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VD ജയകുമാർ, അതുപോലെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ, ഇന്നിവിടെ ക്ലാസ് എടുക്കുന്ന എഞ്ചിനീയർ ബിജു സാർ, അതുപോലെ മുൻ ജില്ലാ സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള വനിതാ അംഗങ്ങളെ, സംഘടനയെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ ചെയർമാൻ ഇവിടെ ജോൺ ലൂയിസ് ഇവിടെ എത്തിയിട്ടുണ്ട്, കാണുന്നുണ്ട് ജോൺ ലൂയിസ്. അതുപോലെ തന്നെ ഇത് സംസ്ഥാന സമിതിയുടെ ഒരു പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ്. ഈ സംസ്ഥാന സമിതി രൂപീകരിക്കുമ്പോൾ തന്നെ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ അംഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും നമ്മുടെ അപ്ഡേഷൻ നിർബന്ധമായി കൊണ്ടുവരിക എന്നുള്ള മുഖ്യ അജണ്ടകളിൽ ഒന്നാണ്. അതിന്റെ ഭാഗമായി ബഹുമാന്യനായ നിങ്ങളുടെ ചാർജർ എത്തിയിട്ടുണ്ട്, നമ്മുടെ കുര്യൻജിയും എത്തിയിട്ടുണ്ട്. അപ്പോ നിലവിലെ നമ്മുടെ സംസ്ഥാന സമിതി ഇത് 4 ക്ലാസ്സുകൾ നടത്തി. ഇനി ശനിയാഴ്ച നമുക്കൊരു ക്ലാസ് കൂടെ ഇതിന്റെ ഭാഗമായി ഉണ്ട്. അത് ടൈൽസ് ജോൺസൺ കമ്പനിയുമായി ടൈലുമായി ബന്ധപ്പെട്ട് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റും അത് എങ്ങനെ നമുക്ക് ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനെ പറ്റിയൊക്കെ ആ രീതിയിൽ ഒരു ക്ലാസ് കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമിതി ഫസ്റ്റ് ടേമിലുള്ള ഒരു സോണൽ ക്ലാസ്സുകൾ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ജില്ലകളിലേക്ക് ഇത് ഏതൊക്കെ രീതിയിൽ ജില്ലകൾ ഇതേപോലെ ക്ലാസ് നടത്താൻ വേണ്ടി കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ സെല്ലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ല വളരെ ഭംഗിയായിക്കൊണ്ട് നല്ലൊരു സബ്ജക്റ്റാണ് IS കോഡ്. എൻ്റെ ഏക ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റുമാണ്. ആ സബ്ജക്റ്റ് തന്നെ ഇവിടെ തെരഞ്ഞെടുത്ത് ബിജു സാറിന് പ്രത്യേകം ഇത് പറയുകയാണ്. കാരണം അത് നമുക്ക് ഇനിയും വരാൻ പോകുന്ന ബിൽഡിംഗ് ഡ്രോയിങ്സിനൊക്കെ തന്നെ IS കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് പുതിയ വരുന്ന IBMS-ല് ഇത് വളരെ പ്രധാനം ഉള്ള ഒരു കാര്യമാണ്. ഡ്രോയിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ സ്ട്രക്ചറൊക്കെ വളരെ വളരെ ബ്രീഫായിട്ട് കണ്ടിന്യൂയിങ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുക്കേണ്ട സബ്ജക്റ്റാണ്. അതായത് IS കോഡിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയിൽ ഇൻസ്പെക്ടർ. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ജോൺ ലൂയിസ് സാർ എത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കിടക്കാം സാറേ. ലാസ്റ്റ് പറയാം. ജോൺ ലൂയിസ് സാർ വന്നിട്ടുണ്ട്, അതാ പറഞ്ഞ. ജോൺ ലൂയിസ് സാറും ഉണ്ട്. അപ്പൊ ഒരു നിമിഷം സാറിനെ കൂടി ക്ഷണിക്കാം. സാറേ, സാറിന്റെ ഒരു മിനിറ്റ് ഒരു ആശംസകൾ ആയിക്കോട്ടെ. നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ ആദ്യമായിട്ട് വരുന്നല്ലേ. ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി മെമ്പർ, സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി മെമ്പർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ലാസ് തുടങ്ങട്ടെ. ക്ലാസ്സാണ് അത്യാവശ്യം.
ഒരു ക്ലാസ് കാര്യം നടക്കത്തില്ലേ? എന്ന് പറഞ്ഞോട്ടെ, ഒരു നിമിഷം. പലരും ഫോണിന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ആ ഫോണിന്റെ പേരുകൾ മറ്റും ഇട്ടിരിക്കുന്നത് റിനെയിം ചെയ്ത് സ്വന്തം പേരാക്കണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കാം. ആദ്യം ഒന്ന് പറഞ്ഞാണ്. വി ഡി ജയകുമാറെ, പിന്നെ എന്താ ക്ലാസ്സിലേക്ക് കിടക്കാം? എന്താ? ഹലോ വി ഡി, ഹലോ വി ഡി, ഹലോ വി ഡി, ക്ലാസ്സിലോട്ട് പോട്ടെ. ക്ലാസ്സിലോട്ട് പോട്ടെ. ക്ലാസ്സിലോട്ട് പോട്ടെ. സുരേൻജി, ക്ലാസ്സിലേക്ക് പോവാം. ഹലോ സുരേൻജി, ചാർലിയാരൻ, ഹലോ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ഫ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അവിടെ വണ്ടിയിലായതുകൊണ്ട് റേഞ്ച് കുറവാണ്, ഇടയ്ക്ക് ചിലപ്പോൾ മ്യൂട്ട് ആകും. സാരമില്ലെങ്കിലും എല്ലാ ആശംസകളും നടട്ടെ. നമ്മുടെ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്ന ബിജു നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുമാണ്. അസോസിയേഷൻ സെന്ററിന്റെ സെക്രട്ടറിയോടാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന്, എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്ന ക്ലാസ് നയിക്കുന്നതിന് നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ മകനുമായ ശ്രീ എഞ്ചിനീയർ ബിജു സി തോമസ് അവരെ സാദരം ക്ഷണിച്ചോളൂ. നന്ദി. ഏറ്റവും പ്രിയപ്പെട്ട ലെൻസ്ഫെഡിന്റെ ഭാരവാഹികൾ, ഞാൻ പേരെടുത്ത് സുദീർഘമായ ഒരു സംബോധനയിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം സമയത്തിന്റെ പരിമിതിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ ആദ്യമേ വിഷയത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം ഇത്ര നേരത്തെ സംസാരത്തിൽ നിന്നും ഈ വിഷയത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഈ വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം കൊണ്ടെന്ന് പറയേണ്ടത് ഉചിതമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ശിവൻചേട്ടൻ സ്ട്രക്ചറൽ ഡിസൈനിനെ പറ്റി ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ലൈഡ് ഷോ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത് പലരും മൊബൈലിലാണ് കാണുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ ഡിസൈൻ ഒരിക്കലും എനിക്കൊരു ഡിസ്ക്രിപ്ഷൻ അല്ലാതെ കാണിക്കുന്നത് ഉചിതമാകില്ല എന്ന് വ്യക്തത ഉള്ളതുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയമാകുമ്പോൾ നമുക്ക് സംസാരിച്ച് മാറാം, അല്ലെങ്കിൽ പറഞ്ഞ് ഒരു ഓഡിയോയിൽ കൂടെ മാത്രം എനിക്ക് ഏറെക്കുറെ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു വിഷയമുള്ളത് കൊണ്ടാണ് ഈ IS കോഡ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. സ്ട്രക്ചറൽ ഡിസൈനിങ്ങിനെ പറ്റി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു അവസരത്തിൽ കുറച്ചുകൂടെ ഒരു നല്ല ക്ലാസ് നമുക്ക് എടുക്കാം. അത് പക്ഷേ ഒരു ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ആളുകളിലേക്ക് അത് ഭംഗിയായി എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും IS സ്റ്റാൻഡേർഡ് കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്താണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തി തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇതിനിടയ്ക്ക് പറഞ്ഞത് പലർക്കും അത്ര പരിചിതമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വിഷയം എന്താണെന്നൊന്ന് അവതരിപ്പിക്കാന്ന് പറഞ്ഞത്. നമുക്കറിയാം, എല്ലാ മതവിശ്വാസങ്ങൾക്കും ഓരോ ഗ്രന്ഥങ്ങളുണ്ടാവും, ഓരോ മതഗ്രന്ഥങ്ങളുണ്ടാവും. ഈ മതഗ്രന്ഥങ്ങൾ അതിന്റെ വിശ്വാസങ്ങളെയും സംഹിതകളെയും അതിന്റെ അനുഷ്ഠാനങ്ങളെയും പറ്റിയൊക്കെ ദീർഘമായി വിവരിക്കുന്ന സംഹിതകൾ തന്നെയാണ് ഓരോ മതവിശ്വാസങ്ങൾക്കുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗും അത്തരത്തിലൊരു ഗ്രന്ഥമാണ് ഈ IS സ്റ്റാൻഡേർഡ് കോഡ് IS കോഡ് എന്ന് പറയുന്നത്. ഇത് ബിൽഡിംഗ് റൂളുമായിട്ട് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പറയാം. ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന നമ്മുടെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂളോ അല്ലെങ്കിൽ പഞ്ചായത്ത് ബിൽഡിംഗ് റൂളോ ഇതൊരു നിയമവ്യവസ്ഥതയാണ്. ഈ നിയമം നമുക്ക് തെറ്റിക്കാൻ പാടില്ല. ഈ നിയമം നമ്മൾ അനുശാസിക്കുക തന്നെ വേണം. പകരം IS കോഡ് നിങ്ങൾ പാലിച്ചില്ലെങ്കിലും തൽക്കാലം ആരും ചോദ്യം ചെയ്യാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പാലിക്കേണ്ട ആവശ്യകതയെ പറ്റി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിന്റെ ചരിത്രം കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് 1953 ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനത്തെ പറ്റി ആലോചിക്കുന്നത്. കുറച്ച് സിവിൽ എഞ്ചിനീയേഴ്സ്, പ്രഗത്ഭരായ എഞ്ചിനീയേഴ്സ് കൂടി നിന്നിട്ട് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ കൗൺസിൽ ഫോം ചെയ്യുകയും അത് സിമെന്റ് ആൻഡ് കോൺക്രീറ്റ് സെക്ഷണൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയിട്ട് ഒരു സംഹിത തയ്യാറാക്കി, ഒരു പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് കോഡ്സ് ക്രിയേറ്റ് ചെയ്തു. അറിയാം, ഒരു തുടക്കമായതുകൊണ്ട് തന്നെ ഇതിനെ വേണ്ട റിവിഷൻസ് ഒക്കെ വേണ്ടി വന്നിരുന്നു. ഇത് 1957, അതായത് തുടങ്ങി 4 വർഷത്തിന് ശേഷം ഈ കോഡ് ഒന്ന് റിവൈസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ റിവൈസ് ചെയ്യപ്പെട്ടപ്പോൾ ഈ കോഡിന് കൊടുത്ത പേരാണ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫോർ ജനറൽ ബിൽഡിംഗ്. ഞാൻ ആ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചോണം. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫോർ ജനറൽ ബിൽഡിംഗ്സ്. അപ്പൊ ഒരു സാധാരണ കെട്ടിടത്തിന്, സാധാരണയുള്ള കെട്ടിടങ്ങൾക്കുള്ള പ്ലെയിൻ കോൺക്രീറ്റിന്റെയും റീഇൻഫോഴ്സ് കോൺക്രീറ്റിന്റെയും നിയമം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അനുശാസിക്കേണ്ട കാര്യങ്ങളെ പരാമർശിക്കുന്ന ഒരു സംഹിതയായിരുന്നു ആദ്യം 1957 ഫോം ചെയ്തത്. പിന്നീട് ഇത് 1964 കുറച്ചുകൂടെ ഒന്ന് വിശാലമാക്കി വീണ്ടും ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ സാധനത്തിനെ ഒന്ന് ഭംഗിയാക്കി എഴുതിയിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്തപ്പോൾ അതിന്റെ പേരിൽ ഒരു മാറ്റം വന്നു. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് മാത്രമാക്കി. ആ ഫോർ ജനറൽ ബിൽഡിംഗ്സ് എന്ന ഭാഗം മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിന് കുറെ കൂടെ വലിയൊരു ഡെപ്ത് ആണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത് RCCയിലും പ്ലെയിൻ കോൺക്രീറ്റിലും ഉണ്ടാകേണ്ടതായ, പാലിക്കേണ്ടതായ മര്യാദകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പറയുന്ന ഒരു വലിയ സംഹിതയായി മാറ്റി 1964.
മൂന്നാമത് പബ്ലിക്കേഷൻ ഇത് റിവൈസ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1978 അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസൈൻ പ്രധാനമായും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ് രണ്ട് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രക്ചറൽ ഡിസൈൻ നിൽക്കുന്നത് മുഴുവൻ. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് വെച്ചിട്ട് സ്ട്രെസ്സിനെ കണക്ക് കൂട്ടി അതിനെ അഥവാ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആയിരുന്നുവെങ്കിൽ പിന്നീട് കാലം മാറി വന്നപ്പോൾ പുതിയൊരു ഡിസൈൻ സംവിധാനം വന്നു. അതിനെയാണ് ഡിസൈൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞത്. ഇത് ലോകത്തിലാകമാനം അംഗീകരിക്കപ്പെട്ട ഒരു ഡിസൈൻ പാറ്റേൺ ആയി. ആ പാറ്റേണിനെ ബേസ് ചെയ്തിട്ട് കുറെ ഫാക്ടേഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് 1978 ഇതിന്റെ തേർഡ് റിവൈസ്ഡ് പബ്ലിക്കേഷൻ വരികയാണ്. നാലാമത് പബ്ലിക്കേഷൻ 2000 സംഭവിക്കുന്നു. അതിലെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 78 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളും നോക്കിയാൽ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ കയ്യേറിയ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലയെ സ്വാധീനിച്ച ഒരു കാലഘട്ടമായിരുന്നു. അത്തരം കെട്ടിട നിർമ്മാണ മേഖലയിലെ പുതിയ സാങ്കേതികത്വങ്ങളെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സംവിധാനങ്ങളെ അനുസരിച്ചുകൊണ്ട് കാലോചിതമായ മാറ്റം 2000 ഇതിനിടയിലൊക്കെ കുറെ അമെന്റ്മെന്റ്സും വന്നിരുന്നു. അപ്പൊ റിവിഷനും അമെന്റ്മെന്റ്സ് പറയാം. ഒരു ഭാഗം മൊത്തമായി മാറ്റുന്നതിലോ അല്ലെങ്കിൽ പൂർണ്ണമായി അതിനെ മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഭാഗികമായി മാറ്റുകയോ ചെയ്യപ്പെടുമ്പോൾ അത് റിവിഷൻ ആകുന്നു. അമെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിനോട് കൂട്ടിച്ചേർക്കലുകളായി, അല്ലെ ചില കണ്ണികളോട് കൂട്ടിച്ചേർക്കൽ പലതായി. അങ്ങനെ 2017 കൂട്ടിച്ചേർത്ത ആ ഒരു കോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഒരു നിങ്ങളുമായിട്ട് ഒരു അല്പസമയം ചെലവഴിക്കാനായിട്ട് ഞാൻ ആലോചിക്കുന്നത്. ഈ കോഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും കോൺക്രീറ്റിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകം തന്നെയാണ്. ഒരു ലൈഫ് സ്പാൻ ഓഫ് ഒരു ബിൽഡിങ്ങിന് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ഈ ബിൽഡിംഗ് ലൈഫ് സ്പാനിൽ ഇത് ആ ലൈഫ് സ്പാൻ നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമായി പാലിക്കപ്പെടണമെങ്കിൽ നമ്മൾ കുറെ ചട്ടങ്ങളിലൂടെ തന്നെ പോയേ മതിയാവുകയുള്ളൂ. ആ ചട്ടങ്ങൾ അനുശാസിക്കുന്ന സംഹിത അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. ഈ കോഡ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം പല ഖണ്ഡികകളിലും പല ഭാഗങ്ങളിലും വ്യക്തമായി പറയുന്നുണ്ട് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ബൈ ദ ഡിസൈൻ ഓഫ് ആൻ എഞ്ചിനീയർ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ ക്വാളിഫൈഡ് സൂപ്പർവൈസർ എന്നൊക്കെ പറയുന്ന കുറെ ഭാഗങ്ങൾ നമുക്ക് ഈ കോഡിൽ കാണാൻ പറ്റും. അപ്പൊ ഒരു എഞ്ചിനീയർ ആരായിരിക്കണം, ഒരു സൂപ്പർവൈസർ ആരായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ ആദ്യ ഭാഗങ്ങളിലേക്ക് വരികയാണ്. കാരണം ഒരു മതഭേദ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അറിയാത്ത ഒരു വ്യക്തി ഒരു യഥാർത്ഥ മതസ്ഥനാകുമോ എന്ന് ചോദിച്ചാൽ ആകില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയായിരിക്കും. അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി ഒരു നല്ല എഞ്ചിനീയർ ആവുമോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഒരിക്കലുമല്ല. അങ്ങനെയുള്ളവർ എഞ്ചിനീയേഴ്സേ അല്ല എന്ന് പറയും. കാരണം അനുശാസിക്കപ്പെടുന്ന ചട്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്കൊരു പ്രൊഫഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ പാലിക്കപ്പെടേണ്ട മര്യാദകൾ അറിഞ്ഞില്ല എങ്കിൽ ഞാനൊരിക്കലും ഒരു സിവിൽ എഞ്ചിനീയർ ആകില്ല, അല്ലെങ്കിൽ ഒരാൾ ഒരു സൂപ്പർവൈസർ ആകില്ല. ഈ കോഡിൽ പല ഭാഗത്തും എഞ്ചിനീയറിനും സൂപ്പർവൈസറിനും വല്ലാതെ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക, ഈ IS കോഡ് ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് നമ്മൾ അവകാശപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, ഒരു തവണയെങ്കിലും മനസ്സിരുത്തി ഈ കോഡ് വായിച്ചിരിക്കണം. ഇനിയും IS കോഡിനെ പറ്റി പറഞ്ഞാല് ഇത് ഒരു വലിയ സംഹിതയാണ്. നമുക്കറിയാം ഏതൊരു ഗ്രന്ഥങ്ങൾ എടുത്താലും അതിൽ കുറെ വാല്യങ്ങൾ ഉണ്ടാവും, കുറെ പുസ്തകങ്ങൾ ഉണ്ടാകാം. ഏതൊരു വേദഗ്രന്ഥത്തിനും കുറെ പുസ്തകം. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡിനുമുണ്ട് കുറെ പുസ്തകങ്ങൾ. ഏതാണ്ട് 200 മുകളിൽ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന, അതിനെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന IS കോഡുകളുണ്ട്. 200 മുകളിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സ് സിവിൽ എഞ്ചിനീയറിംഗിന് മാത്രമുണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പൊ തന്നെ ആലോചിക്കുക, ഇത് എത്ര ദീർഘവീക്ഷണത്തോടുകൂടി, എത്ര ഭംഗിയായി, എത്ര കൃത്യതയോടുകൂടി പരിപാലിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സംഹിതയാണ് ഈ IS കോഡ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് മാത്രമുണ്ട്, സ്റ്റീലിന് വേണ്ടിയിട്ട് മാത്രമുണ്ട്, ഫോം വർക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുണ്ട്, കോമ്പാക്ഷന്, വർക്കബിലിറ്റി, എർത്ത്ക്വേക്ക്, ഇങ്ങനെ പറയുന്ന ഓരോ ഭാഗങ്ങളെ പറ്റിയും എങ്ങനെയാകണം എന്ന് കൃത്യമായി പറയുന്ന IS കോഡ് ദയവായി എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കാല റിവിഷനുകളിൽ എന്തൊക്കെയാണ് കടന്നു കയറിയതെന്ന് ഞാനൊന്ന് പറയാം. ഇതില് ആദ്യത്തിൽ തുടക്കം മുതൽ ഈ ലാസ്റ്റ് അമെന്റ്മെന്റ് വരെയുള്ള ഭാഗങ്ങളിൽ പലപ്പോഴും സാമ്പിളിംഗ്, കോൺക്രീറ്റിന്റെ സാമ്പിളിംഗ്, ബാച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരു കോൺക്രീറ്റ് മിക്സ് കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടണം, എന്തായിരിക്കണം അതിന്റെ കണ്ടീഷൻ, അതിന്റെ ബാച്ചിങ് പ്ലാനിൽ അല്ലെങ്കിൽ ബാച്ചിങ് സെക്ഷനിൽ എന്തൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ.
പിന്നീട് അറിയാം ഒരു 2000 അല്ലെങ്കിൽ ആ 80 കാലഘട്ടങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ അതിന്റെ പ്രാധാന്യം വല്ലാണ്ട് കൂടി. കാരണം പല ഫാക്ടറി ബിൽഡിങ്സ്, പല ഒത്തിരി ഫംഗ്ഷനുകൾ സപ്പോർട്ട് ചെയ്യുന്ന ബിൽഡിങ്സ് നമുക്ക് ഉണ്ടാക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ കോംപ്ലിക്കേഷൻസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഇപ്പം വന്നിട്ട് ഓട്ടോമേഷൻ പോലുള്ള സംവിധാനങ്ങൾ പോലും, ഓട്ടോമേറ്റഡ് ബിൽഡിങ്സ് ഒക്കെ ഒരു വലിയ ഡിവിഷൻ തന്നെയാണ്. അപ്പം ഇതിലെ സാങ്കേതികത്വം കൂടിയപ്പോൾ, അതിന്റെ കോംപ്ലിക്കേഷനുകൾ കൂടിയപ്പോൾ അഗ്നിബാധ ഒരു വലിയ പ്രശ്നമായി മാറി. അങ്ങനെ ഫയർ റിട്ടാർഡന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് പണിയേണ്ട ആവശ്യകത. നമ്മളുടെ സ്ട്രക്ചർ ഒരു തീപിടുത്തം ഉണ്ടായാൽ എത്ര മണിക്കൂർ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം എന്ന് കരുതി ഡിസൈൻ ചെയ്യേണ്ട ആവശ്യകത, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായ ഒരു അവസ്ഥ. അങ്ങനെ ഫയർ റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സിന് വേണ്ടതായ നിയമങ്ങൾ അല്ലെങ്കിൽ ചിട്ടകൾ പറയുന്ന കോഡുകൾ, പിന്നെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങൾ, എഫക്റ്റീവ് ലെങ്ത്, ഇങ്ങനെ കുറെ സാധനങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങൾ. കവർ ടു റീഇൻഫോഴ്സ്മെന്റ്, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കേജിങ് ഉണ്ടാക്കുമ്പോൾ അതിന് കൊടുക്കുന്ന കവർ എത്രയാകണം, ഓരോ സ്ഥലങ്ങളിൽ ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പാറ്റേൺ ഈ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സിമെന്റിന്റെ വൈവിധ്യം നമുക്കറിയാം. ആദ്യകാലങ്ങളിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്, ഇങ്ങനെ പറഞ്ഞ സിമെന്റിന്റെ മേഖലയിൽ വല്ലാണ്ട് ഓരോ ദിവസവും പുതിയ സാങ്കേതികത്വം കയറി വരികയാണ്. അപ്പം അത്തരത്തിലുള്ള ഓരോ മാറ്റങ്ങൾക്കനുസൃതമായി വേണ്ടതായ കറക്ഷൻസ് നടത്തി ആഡ് ഓൺസ് വരുത്തിയിട്ടാണ് ഈ കോഡ് ഏറ്റവും പുതിയ റിവിഷൻസ് അല്ലെങ്കിൽ പുതിയ അമെന്റ്മെന്റ്സോടുകൂടി പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇന്ന് വളരെ നിസ്സാരമാണ്. ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഏത് കോഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ മുമ്പേ പറഞ്ഞു നമ്മള് കൂടുതൽ ആളുകൾ കുട്ടനാട് ഏരിയയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ മണ്ണിന്റെ പ്രശ്നമുണ്ട്, ആലപ്പുഴ ഭാഗങ്ങളിൽ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, സലൈൻ വാട്ടർ ആണ്. അപ്പം നമ്മുടെ അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട്, അവിടുത്തെ ജലത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തൊക്കെ മാറ്റം വരുത്തണം, എന്തൊക്കെ ചെയ്യണം, അല്ലെ എന്തൊക്കെ ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ IS കോഡിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യാനായിട്ട് പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാണ്. മറ്റൊരു പ്രധാനമായ ഒരു സംഭവം ഇതിന്റെ കോൺക്രീറ്റിന്റെ ഗ്രേഡ്. നമ്മള് പഴയ ആളുകൾക്കറിയാം, അന്ന് 1 and 124 എന്ന് പറയുന്ന ഒരു മിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയും നമ്മൾ പോയാൽ 124 എന്ന് പറയുന്ന ഒരു M15 മിക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആ M15 മിക്സിൽ നിന്നും ഒരു സമയത്ത് അത് M40 വരെയുള്ള മിക്സുകൾ കോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം വന്ന റിവിഷനുകളിൽ M40ക്ക് മുകളിലുള്ള ഗ്രേഡുകൾ പോലും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്രമാത്രം നമ്മുടെ സാങ്കേതികത്വം മാറിയെന്ന് ആലോചിച്ച് നോക്കും. ബാച്ചിങ് പ്ലാന്റ്, മിക്സിംഗ് പ്ലാന്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മിക്സിൽ നമുക്ക് വേണ്ട സ്ട്രെങ്ത് പാരാമീറ്ററിൽ ഒരു മിക്സ് ഡിസൈൻ ചെയ്യാനും ആ മിക്സിന്റെ റെഫറൻസ് കാര്യങ്ങൾ ഈ കോഡുകളിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഈ കോഡിനെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. 124 മിക്സ് എന്ന് പറയുന്ന M15 മിക്സ് നിയമപരമായി 2000 മുതൽ അത് അസാധുവാക്കിയിട്ടുണ്ട്. നമ്മുടെ കോഡിൽ M15 മിക്സ് ഇല്ല. ഏറ്റവും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ടു ബി യൂസ്ഡ് ഈസ് M20 മിക്സ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും 124 മിക്സ് ഉപയോഗിച്ചിട്ട് ഇത് മതി എന്ന് പറയുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കുക, നിങ്ങളും ഞാനും എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഈ മേഖലയിൽ വർത്തിക്ക് പറയുക, നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും അനുശാസനയ്ക്ക് വിധേയമായിട്ടല്ല, അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഇത് ഈ കോഡിൽ നിന്ന് നമ്മൾ മാറി ചെയ്താൽ എന്ത് പറ്റി, ഈ കെട്ടിടങ്ങളൊക്കെ നിൽക്കുന്നില്ലേ എന്ന സാമാന്യമായ ഒരു ചോദ്യം വരാം. പലരും ചോദിക്കുന്ന കാര്യം, പണ്ട് ഇങ്ങനെയൊക്കെയല്ല ചെയ്തിരുന്നത്, പിന്നെന്താ ഇപ്പൊ ഒരു പുതുമ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം. ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ കോടതിയിലോ നിയമത്തിന് മുമ്പിലോ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവിടെ നിങ്ങളെ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ IS കോഡ് പ്രകാരമാണോ ഇത് ചെയ്തത് എന്ന് മാത്രമായിരിക്കും. അല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ആ നിയമവ്യവസ്ഥയുടെ മുമ്പിൽ നിങ്ങൾ കുറ്റവാളികളായി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ IS കോഡ് അറിഞ്ഞിരിക്കുക, അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ നിർബന്ധമായി നിങ്ങൾ പാലിക്കുക. എവിടെയെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ, എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിയാൽ, എന്തെങ്കിലും നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൽ സംഭവിച്ചാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ, കുറ്റവാളിയായി നിൽക്കേണ്ട സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ ദയവായി ഈ IS കോഡ് പഠിച്ചിരിക്കുക. നിർബന്ധമായി നമ്മുടെ സൈറ്റുകളിൽ അത് അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയും ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, നമ്മൾ ഈ ആദ്യത്തെ കോഡുകളിൽ മൈൽഡ്
ഈ നമ്മുടെ ഭൂപ്രകൃതിയുടെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് 3 സെഗ്രിഗേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. ഒന്ന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുന്ന ഒരു 3 കണ്ടീഷൻ. ആ 3 കണ്ടീഷനിൽ ഏത് കോൺക്രീറ്റ് ഉപയോഗിക്കണം, എന്തായിരിക്കുന്ന വാട്ടർ സിമെന്റ് റേഷ്യോ, ഇങ്ങനെ കുറെ പ്രതിപാദിച്ചിരുന്നു. പിന്നീട് വന്ന സമയങ്ങളിൽ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വന്നപ്പോൾ ഇത് വീണ്ടും മാറ്റം വരുത്തിക്കൊണ്ട് വെരി സിവിയർ എന്നും എക്സ്ട്രീം കണ്ടീഷനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ RCC അല്ലെങ്കിൽ PCCയുടെ ഭാഗങ്ങൾ ഒന്ന് ക്രമീകരിക്കുകയും അതൊക്കെ നമ്മുടെ ഈ കോഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. കോഡിനെ പറ്റി ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. അപ്പൊ കോഡിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു, ഇതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റി ഞാൻ പറഞ്ഞു, ഇതിലെ അമെന്റ്മെന്റ്സ് ഏതൊക്കെ ഭാഗത്തെ പറ്റി വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചു. 200-ലധികം, ഏതാണ്ട് 203 ഉള്ള എന്റെ ഓർമ്മ ശരിയായി 200-ലധികം വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന IS കോഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇത്തരം കോഡുകൾ നിർബന്ധമായും സമയം കിട്ടുമ്പോൾ എല്ലാവരും പഠിപ്പിക്കണം എന്ന്, അല്ലെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണമെന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് ഞാനിപ്പോ ഒന്ന് കയറുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഇതിൽ ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നത് IS 456/2000 എന്ന ആ റിവൈസ്ഡ് വേർഷനാണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു 200 കോഡുകളുണ്ട്, 200-ന് മുകളിൽ കോഡുകളുണ്ട്. അതിൽ ഒരു കോഡ് പ്രധാനമായുള്ള IS 456 ആണ് ഞാൻ ഇന്ന് ചർച്ചയ്ക്ക് ഒന്ന് വിഷയ ചർച്ചയ്ക്ക് ഞാൻ എടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ കോഡാണ്. ഇതിന്റെ 2017 റിവിഷനാണ് ഞാൻ ഇന്ന് ഫൈനലായിട്ട് ഞാൻ റെഫർ ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ മോഡിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്, അതിന്റെ തൊട്ട് മുമ്പുള്ളതായിട്ട് വന്നിരിക്കുന്ന മോഡിഫിക്കേഷൻസ്, കൺസ്ട്രക്ഷൻസ് ജോയിൻസിനെ പറ്റി ഒന്നുണ്ട്. പിന്നെ സൈറ്റിലെ ഇൻസ്പെക്ഷൻ നടത്തേണ്ട പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. വ്യക്തമായിട്ട് അതിൽ പല ഭാഗങ്ങളിലും വളരെ കൃത്യമായിട്ടും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അനുശാസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: in this code it has been assumed that the design of plain and reinforced cement concrete work is entrusted to a qualified engineer and that the execution of cement concrete works is carried out under the direction of a qualified and experienced supervisor. ഒരു എഞ്ചിനീയറിന്റെയും ഒരു സൂപ്പർവൈസറുടെയും നിർബന്ധമായും പ്രാധാന്യം എന്താണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കൃത്യമായി ചെയ്യേണ്ടതെന്ന് 100% അടിവരയിട്ട് ഉറപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് IS 456 പല ഭാഗങ്ങളിലും നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കുന്നത്. ഈ IS കോഡുകൾ എവിടെ നിന്നാണ് രൂപീകരിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ലിഖിതങ്ങളുണ്ട്. പാലിക്കപ്പെടേണ്ടതായ നിഷ്ഠകളെ പറ്റി വ്യക്തമായി അനുശാസിക്കുന്ന ലിഖിതങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അതിൽ പ്രധാനമായുള്ളത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് കോഡുണ്ട്, അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒബ്സർവേഷൻസ് ഉണ്ട്, ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ കാലോചിതമായ, നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ IS കോഡ് രൂപീകരിച്ചിരിക്കുന്നത്. ഞാനൊരു അല്പം വേഗതയിൽ പോവുകയാണ്, കാരണം ഇത് നമുക്ക് സമയപരിധിയുണ്ട്. നമ്മുടെ 40 മിനിറ്റ് എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പൊ കട്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കിട്ടാൻ പോകുന്നത് കുറച്ചുകൂടെ കുറവായതുകൊണ്ട് ഞാനൊരു അല്പം വേഗതയിൽ പോകണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയം കുറിച്ച് വെച്ചോളൂ, എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഭാഗം കോൺക്രീറ്റിൽ നമ്മൾ ചേർക്കുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ അഡ്മിക്സ്ചർ എന്ന് പറയാം. പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അഡ്മിക്സ്ചറുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ അഡ്മിക്സ്ചറിന് പോലും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഏതും കയറി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. IS 91 ഒരു പേപ്പറും പേനായും ദയവായി നിങ്ങൾ എടുത്തു വെച്ചാൽ അത്യാവശ്യം ഞാൻ ഈ പറയുന്ന കോഡുകൾ ഒന്ന് കുറിച്ചു വെക്കാൻ സാധിക്കും. ആ കുറിച്ചു വെക്കുന്ന കോഡുകളുടെ സെക്ഷനിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആ വിഷയത്തെ പറ്റി ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഡിന്റെ ആ സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയാവും. അപ്പം അഡ്മിക്സ്ചർ എന്ന് പറയുന്ന പല സൂപ്പർ പ്ലാസ്റ്റിസൈസർ നമ്മൾ സ്ട്രെങ്ത് കൂട്ടാനായിട്ട്, സെറ്റിംഗ് ടൈം കൂട്ടാനായിട്ട്, സെറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ അഡ്മിക്സ്ചറുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനും ചില ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കപ്പെടണമെന്ന് പറയുന്ന ഒരു കോഡാണ് IS 9103. ഈ IS 9103യുടെ നിഷ്ഠകൾ അനുശാസിക്കുന്ന അഡ്മിക്സ്ചറുകൾ മാത്രമേ നമ്മുടെ കോൺക്രീറ്റിൽ ഉപയോഗിക്കാവൂ. ഇത് IS 456ന്റെ 5.5-ലാണ് അഡ്മിക്സ്ചേഴ്സിനെ പറ്റി പറയുന്നത്. IS 456ന്റെ 5.5 സെക്ഷനിലാണ് അഡ്മിക്സ്ചറിനെ പറ്റി പറയുന്നത്. അടുത്തതായിട്ട് റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ, അതിൻ്റെ അകത്ത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഡിസൈനിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുക്കേണ്ടതായ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കുറെ ഫാക്ടേഴ്സും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കാരണം അത് വളരെ ഇലാബറേറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരേണ്ട അല്ലെങ്കിൽ പറഞ്ഞു തരേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു വേദിയിൽ കുറച്ചുകൂടെ ഒരു നല്ല ഒരു വിശാലമായ ഒരു സംവിധാനത്തിൽ മുഖത്തോട്
മുഖം നോക്കിയിരുന്ന് സംവാദിക്കാൻ പറ്റുന്ന ഒരു വേദിയിൽ വെച്ചിട്ട് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം. ഇപ്പോ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. എന്തായാലും അതൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് IS 456 കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് IS 456 ടേബിൾ 3 and 5 നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നത്. IS 456 ടേബിൾ 3 and ടേബിൾ 5 ഈ രണ്ട് ടേബിളുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കോളംസ് കാണാം. അപ്പൊ അതിൽ ഞാനൊന്ന് പരിചയപ്പെടുത്താം എങ്ങനെയാണെന്നുള്ളത്. ഒന്ന് എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തിൽ ഒരു കോളം ഉണ്ട്. അതിൽ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പിന്നെ വെരി സിവിയർ, എക്സ്ട്രീം എന്ന് പറഞ്ഞ അഞ്ച് കണ്ടീഷൻ ആണെന്ന് തോന്നുന്നു. അതിൽ 3 എണ്ണം മാത്രമേ നമുക്ക് ഏറെക്കുറെ വരുള്ളൂ. ആ 3 കണ്ടീഷനിൽ പെട്ട സ്ഥലമാണോ നമ്മളുടേതെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ മൈൽഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉള്ള ഒരു സ്ഥലം, നമ്മുടെ നോർമൽ കേസിലുള്ള ഒരു സ്ഥലം, വലിയ അഗ്രസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത, അഗ്രസീവ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ സ്ഥലം, എക്സെപ്റ്റ് കോസ്റ്റൽ ബെൽറ്റ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അതായത് കടൽ തീരമാകരുത്, സലൈൻ കണ്ടന്റ് ഉണ്ടാകാനോ അല്ലെങ്കിൽ കാറ്റിൽ പോലും സലൈനിറ്റി ഇല്ലാത്ത സ്ഥലമാകണമെന്ന് പറയുന്നുണ്ട്. ക്ലൈമാറ്റിക് എല്ലാം ശരിയാണ്, പക്ഷെ കോസ്റ്റൽ ബെൽറ്റിലാണെങ്കിൽ ഈ കണ്ടീഷൻ ബാധകമല്ല. ഇപ്പം കോസ്റ്റൽ ബെൽറ്റിലല്ലാത്ത സാധാരണ ഒരു സ്ഥലത്ത് നിങ്ങളുടെ കോൺക്രീറ്റിന്റെ മിനിമം സിമെന്റ് കണ്ടന്റ്, അതായത് ഒരു M3 നിങ്ങൾക്ക് ഏറ്റവും മിനിമം 300 കിലോ സിമെന്റ് ഉണ്ടാകണമെന്നാണ് കോഡ് അനുശാസിക്കുന്നത്. അതിൽ താഴെയുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഒരു മിക്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് 6 ചാക്ക് ഒരു M3 ഉണ്ടായിരിക്കണം. അതിലെ മാക്സിമം ഫ്രീ വാട്ടർ സിമെന്റ് റേഷ്യോ, അതൊരു വലിയ ഘടകമാണ്. വാട്ടർ സിമെന്റ് റേഷ്യോ സ്ട്രക്ചറൽ ഡിസൈനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ് വെള്ളവും സിമെന്റുമായിട്ടുള്ള റേഷ്യോ. അതിലെ മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ പറയുന്നത് 0.55 ആണ്. വാട്ടർ സിമെന്റ് റേഷ്യോ ഒക്കെ നിങ്ങൾക്ക് കോഡിൽ റെഫർ ചെയ്ത് നോക്കാം, എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞ് അതിൽ മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഈ 0.55 മുകളിൽ വെള്ളം റേഷ്യോ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോൺക്രീറ്റ് കുറച്ചുകൂടെ വെള്ളത്തിന്റെ അംശം കൂടുതൽ വരും. അത് സ്ട്രെങ്ത്തിനെ അഫക്ട് ചെയ്യും. മാക്സിമം ഫ്രീ വാട്ടർ സിമെന്റ് റേഷ്യോ പെർമിറ്റഡ് ഈസ് 0.55. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട കോൺക്രീറ്റിന്റെ മിനിമം ഗ്രേഡ് M20 ആണ്. സാധാരണ ഒരു സ്ഥലത്ത്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ട മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഈസ് M20. 1-4 എന്ന് പറയുന്ന മിക്സ് M20 അല്ല. ഇത് M20 ആകില്ല എന്ന് ചോദിച്ചാൽ ആകാം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മിക്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഒരു മിക്സ് ഡിസൈൻ ചെയ്ത് അതിൽ അഗ്രിഗേറ്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രപ്പോർഷൻ ചെയ്തെടുക്കാമെങ്കിൽ സിമെന്റ് കണ്ടന്റ് ഇത് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് M20 മിക്സ് രൂപപ്പെടുത്തിയെടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഒന്നുകിൽ ഇത് ആദ്യം ഒരു സാമ്പിള് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒന്ന് കോൺക്രീറ്റ് ക്യൂബ് ചെയ്തിട്ട് ഉണ്ടാക്കി, വർക്ക് തുടങ്ങുന്നതിനോടനുബന്ധിച്ചിട്ട് ക്യൂബ് ഉണ്ടാക്കി നിങ്ങൾ അതൊന്ന് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും IS കോഡിൽ പറയുന്നുണ്ട്. അത് പ്രകാരമുള്ള സ്റ്റാൻഡേർഡ്സിലായിരിക്കണം IS ഈ ക്യൂബ് ടെസ്റ്റ് ചെയ്യേണ്ടത്. സ്ട്രെങ്ത് അഷ്വർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡിസൈൻ മിക്സ് എടുക്കാം. എങ്ങനെ വന്നാലും മിനിമം സിമെന്റ് കണ്ടന്റ് 300 കിലോ പെർ M3 കുറയാൻ പാടില്ല. അടുത്ത ഒരു കണ്ടീഷൻ പറയുന്നതാണ് മോഡറേറ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ. എന്താണ് മോഡറേറ്റ് എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്ന് പറയാം? ഭയങ്കര സിവിയർ ആയിട്ട് മഴ പെയ്യുക, ഭയങ്കര സിവിയർ ആയിട്ട് ഐസ് ഉണ്ടാവുക, പിന്നെ കണ്ടൻസേഷൻ, മഴ കൊണ്ടുള്ള കണ്ടൻസേഷൻ. കുട്ടനാട് ഏരിയയിലുള്ള ശ്രദ്ധിക്കുക, അടുത്ത ഭാഗമാണ് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം. കോൺക്രീറ്റ് കണ്ടിന്യൂസ്ലി അണ്ടർ വാട്ടർ, വെള്ളത്തിനടിയിൽ നിങ്ങളുടെ കോൺക്രീറ്റ് എപ്പോഴും നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, കുട്ടനാട് മേഖലയിൽ നിന്ന് വരുന്നവർ, ആലപ്പുഴ മേഖലയിൽ നിന്ന് വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ആ ഫൗണ്ടേഷൻ എപ്പോഴും വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അത്തരത്തിൽ സാധ്യതയുള്ള സ്ഥലം, ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സോയില്, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ മുകളിൽ നിൽക്കുന്നതായ സ്ട്രക്ചേഴ്സ്, ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളെയാണ് നമ്മൾ മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഈ കോഡ് പെടുത്തിയിരിക്കുന്നത്. അതിൻ പ്രകാരം അവിടെയും നിങ്ങളുടെ മിനിമം സിമെന്റ് കണ്ടന്റ് ഷാൽ ബി 300 kg per M3. നിങ്ങൾ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മിനിമം സിമെന്റ് കണ്ടന്റ് ഈസ് 300 kg per M3. നിങ്ങളുടെ വെള്ളവും സിമെന്റുമായുള്ള അനുപാതം മാത്രം ഒന്ന് മാറി. മുമ്പേ 0.55 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 0.5 ആയി മാറിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ മിക്സ് കോൺക്രീറ്റ് മിക്സ് ഒത്തിരി ലൂസ് ആകാൻ പാടില്ല. വാട്ടർ സിമെന്റ് റേഷ്യോ ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു 0.5. ഇനിയുമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് M20 അല്ല,
ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്യുന്ന സ്ട്രക്ചറുകളുടെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M25. IS കോഡിന്റെ ടേബിൾ 3 ആൻഡ് ടേബിൾ 5 അനുശാസിക്കുന്ന പ്രകാരം നിങ്ങളുടെ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ബറീഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ M25 മിക്സ് മാത്രമേ ഉപയോഗിക്കാവൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെയ്ത പല സാധനങ്ങളും അബദ്ധമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. പക്ഷെ ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന് പ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മിനിമം മിക്സ് പെർമിറ്റഡ് ഈസ് M25. ഇനി കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ, നമ്മൾ കടൽ തീരത്ത് ഉള്ള കെട്ടിടം, കടൽ തീരത്ത് സബ്മേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫൗണ്ടേഷൻ, ആ വെള്ള സലൈൻ വാട്ടറിൽ സബ്മേഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫൗണ്ടേഷൻ, കോസ്റ്റൽ എൻവയോൺമെന്റൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കെട്ടിടങ്ങൾ, പിന്നെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള മഴ, ഭയങ്കര രൂക്ഷമായിട്ടുള്ള വേനൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കണ്ടൻസേഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ അതിന്റെ സിവിയർ. ഈ 3 സ്ഥലങ്ങൾ മാത്രമേ കേരളത്തിൽ തൽക്കാലം നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സിവിയർ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ മിനിമം സിമെന്റ് കണ്ടന്റ് ഷാൽ ബി 320 kg/m3. ഓർക്കുക, 300 അല്ല, 320 kg/m3 ആയിരിക്കണം നിങ്ങളുടെ മിനിമം സിമെന്റ് കണ്ടന്റ്. അവിടെ നിങ്ങൾക്ക് കണ്ടമാനം വെള്ളം ഒഴിക്കാനും പറ്റില്ല കോൺക്രീറ്റില്. അവിടെ നിങ്ങളുടെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.45 ആയി കുറച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാട്ടർ ടു സിമെന്റ് റേഷ്യോ ഷാൽ ബി 0.45. ഇനിയുമാണ് നമ്മുടെ ഒക്കെ അഫക്ട് ചെയ്യാൻ പോകുന്ന സാധനം, നിങ്ങളുടെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അത് M30 ആയിരിക്കണം. ശ്രദ്ധിക്കുക, അവിടെ നിങ്ങളുടെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M30. ഞാൻ കോൺക്രീറ്റിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. റീഇൻഫോഴ്സ്മെന്റ്, കവർ, ഇത്തരം സാധനങ്ങളൊക്കെ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. ഞാൻ കോൺക്രീറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കോൺക്രീറ്റിന്റെ എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ച് കേരളത്തിന് ബാധകமான 3 സാധനങ്ങൾ എടുത്തു. ആ 3 ഭാഗങ്ങൾക്ക് വേണ്ടതായ ഓരോ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. അടുത്ത നമുക്ക് റീഇൻഫോഴ്സ്മെന്റിലേക്ക് ഒന്ന് ചെറിയൊരു എത്തിനോട്ടമാകാം. റീഇൻഫോഴ്സ്മെന്റ് 4 സെഗ്മെന്റിലുള്ള റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അനുവാദമുള്ളൂ. റീഇൻഫോഴ്സ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന IS കോഡുകൾ ആദ്യം നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. റീഇൻഫോഴ്സ്മെന്റിനെ പ്രതിപാദിക്കുന്ന ഒന്ന് IS 432 മാർക്ക് ചെയ്തിട്ടുണ്ട്. IS 432 പാർട്ട് 1. മറ്റൊന്നുള്ളത് IS 1786 1786. പിന്നുള്ളത് IS 1566 1566. IS 2062 2062 അത് 2062. ഇത്രയും കോഡുകളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സ്റ്റീലിനെ പറ്റി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യത്തെ 432 പറയുന്നേക്കുന്നത് മൈൽഡ് സ്റ്റീൽ ആൻഡ് മീഡിയം ടെൻസൈൽ ബാർ. നിങ്ങൾ ഉപയോഗിക്കുന്ന മൈൽഡ് സ്റ്റീലോ മൈൽഡ് ടെൻസൈൽ ബാർ, മീഡിയം ടെൻസൈൽ ബാറോ ആണെങ്കിൽ ഈ IS 432 പാർട്ട് 1 പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾക്കനുസൃതമായിട്ടുള്ള സ്റ്റീൽ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇപ്പൊ കിട്ടുന്നത് ഹൈ സ്ട്രെങ്ത് ഡിഫോം സ്റ്റീലാണ്. ദാറ്റ് ഈസ് കൺഫേമിംഗ് ടു IS 1786. അത് മാനുഫാക്ചറർ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവർ ഈ കോഡിൻ പ്രകാരമുള്ള കണ്ടീഷൻസ് പാലിക്കുന്നതായ സ്റ്റീലാണ് മാനുഫാക്ചർ ചെയ്തത്. പിന്നീടുള്ള ഹാർഡ് ഡ്രോൺ സ്റ്റീൽ ദാറ്റ് കംസ് ഇൻ IS 1566 ആൻഡ് സ്ട്രക്ചറൽ സ്റ്റീൽ, നമ്മൾ ഈ വലിയ സ്ട്രക്ചേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ സ്റ്റീൽ ദാറ്റ് ഈസ് IS 2062. പിന്നെ പറയുന്ന ഒരു അനുശാസിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സ്ട്രക്ചർ ചെയ്യുമ്പോൾ പറ്റിയാൽ ഒരേ ഗ്രേഡിലുള്ള സ്റ്റീല് തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വ്യത്യസ്തമായ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വേണ്ടതായ മാറ്റങ്ങൾ അത് കോഡുള്ള കൺസിഡറേഷൻ ഡിസൈനിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ നമുക്ക് സ്റ്റീലിന്റെ എണ്ണം കൂടുതൽ വേണ്ടി വരുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ പല സെക്ഷനിൽ കാണും. ഇപ്പൊ ബീമിന്റെ വീതി 20 സെന്റിമീറ്ററേ കാണുകയുള്ളൂ. അതിലൊരു 5 സ്റ്റീൽ കൊടുക്കാൻ പറഞ്ഞ് എല്ലാം കൂടെ നിരത്തിയിട്ട് കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഒരു വൈബ്രേറ്റർ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പലയിടത്തും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് IS കോഡ് ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. യു ക്യാൻ ബണ്ടിൽ യുവർ ബാർസ്. നിങ്ങൾക്ക് ബണ്ടിൽ ബാർസ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതെന്താണെന്ന് പറയാം. ഇപ്പം ഒരു ഇങ്ങനെ 5 കമ്പി അല്ലെങ്കിൽ 6 കമ്പി വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടുപ്പിച്ചിടുന്നതിന് പകരം നിങ്ങൾക്ക് 2 കമ്പി വേണമെങ്കിൽ കൂട്ടിക്കെട്ടാം, അല്ലെങ്കിൽ 3 കമ്പി വേണമെങ്കിൽ ഒരുമിച്ച് കൂട്ടിക്കെട്ടാം, അല്ലെങ്കിൽ 4 കമ്പി നിങ്ങൾക്ക് കൂട്ടിക്കെട്ടാം. അതിന് മുകളിൽ പറ്റില്ല. അങ്ങനെ കൂട്ടിക്കെട്ടുന്ന അവസരത്തിൽ ഈ ബണ്ടിൽ ബാർസ് എന്തൊക്കെയാകണം അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ കണക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പം ഈ ബണ്ടിൽ ബാർസ് ഉപയോഗിക്കുമ്പോൾ അതിനുള്ള കൺസിഡർ ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ കോഡുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ആ കോഡിനെ ഒന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ ചുരുങ്ങിയ സമയത്തുള്ളിൽ ഞാൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീടാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കോഡുകൾ പറയുമ്പോൾ ഈ
സ്റ്റീൽ ഉപയോഗിക്കേണ്ടതിന്റെ ഭാഗങ്ങൾ, അത് ലേ ചെയ്യേണ്ടതായ നിർദ്ദേശങ്ങൾ, ബണ്ടിൽ ചെയ്യാനുള്ള പ്രൊവിഷൻസ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള വിഷയത്തിൽ ഈ പറയുന്ന കോഡുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. IS 456ന്റെ 5.6 എന്ന സെക്ഷനിലാണ് റീഇൻഫോഴ്സ്മെന്റിനെ പറ്റി പറഞ്ഞത്. IS 456ന്റെ 5.6 എന്ന സെക്ഷനിലാണ് റീഇൻഫോഴ്സ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ ഏറ്റവും ദൂഷ്യമാകുന്ന ഒരു വിഷയമാണ് അടുത്ത് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ തട്ടുപുറത്ത് കോൺക്രീറ്റ് ഇടുന്ന, കോളത്തിനകത്ത് കോൺക്രീറ്റ് ഇടുന്ന ഒരു ഭാഗം. ഈ വിഷയങ്ങളിലും ഒക്കെയും IS കോഡ് കടന്നിട്ടുണ്ട്. അതൊക്കെയും IS കോഡ് കൃത്യമായി കാര്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോ ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൈറ്റിലെ ഒരു കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ മനസ്സിലെങ്കിലും തോന്നുക ഇത് നമ്മൾ IS പ്രൊവിഷൻ പ്രകാരമാണോ ചെയ്യുന്നതെന്ന് നോക്കുക. അതിനെപ്പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കോൺക്രീറ്റ് ഷാൽ ബി ഡെപ്പോസിറ്റഡ് ആസ് നിയർലി ആസ് പ്രാക്ടിക്കബിൾ ഇൻ എ ഫൈനൽ പൊസിഷൻ ടു അവോയ്ഡ് ഹാൻഡ്ലിംഗ്. അതായത് നമ്മൾ കോൺക്രീറ്റ് എവിടെയാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനോട് എത്രയും ചേർന്ന് കോൺക്രീറ്റ് പോർ ചെയ്യുക എന്നാ പറയുന്നത്. പലപ്പോഴും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, സൈറ്റിൽ തട്ടിൻപുറത്ത് നിൽക്കുമ്പോൾ ഈ വേഗത കൂടുമ്പോ ചട്ടി ദൂരത്ത് നിന്ന് വലിച്ചെറിയുക, ഈ മറ്റേ വിത്തിടുന്നത് പോലെയാണ് പലപ്പോഴും കോൺക്രീറ്റ് ഇടുന്നത്. ഇങ്ങനെ വലിച്ചെറിയുന്നതാണ്. അപ്പൊ മറ്റുള്ള പല വഴിക്ക് പോകും. അത്തരം വിഷയങ്ങൾ, അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് പറയുന്നത് നമ്മൾ തട്ടിൻപുറത്ത് നമ്മൾ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയോ ചേർത്ത് അതിനോട് കൊണ്ടുപോയിട്ട് അവിടെ ആയിരിക്കണം കോൺക്രീറ്റ് പോർ ചെയ്യേണ്ടത്. ഈ പലപ്പോഴും പണിക്കാര് വരുന്നത് ഇങ്ങനെ വാരി എറിയുന്ന കണ്ടിട്ട് ഇങ്ങനെ വീശെറിയും. അത് വളരെ തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് കോൺക്രീറ്റിന് കിട്ടില്ല. അത് കോഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സെഗ്രിഗേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും ചേർത്ത് ഇതിനോട് തന്നെ എവിടെയാണോ പോർ ചെയ്യേണ്ടത് അതിനോട് ഏറ്റവും അടുപ്പിച്ച് പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത് പ്രധാനമായിട്ടും അതിനോട് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പെട്ടെന്ന് നമ്മൾ പലപ്പോഴും വരുത്തുന്ന ഒരു അബദ്ധം ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. പലപ്പോഴും കോളം കാസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും പലരും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എത്ര പൊക്കം വരെ ഒരു കോളത്തിന്റെ കാസ്റ്റ് ചെയ്യാൻ പറ്റും, ഒറ്റ ടൈമിൽ എത്ര ഹൈറ്റ് വരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. IS 456ന്റെ 13.2 സെക്ഷനിൽ 13.2 കൃത്യമായിട്ട് പറയുന്നുണ്ട്, the maximum permissible free fall concrete of concrete may be taken as 1.5 meters, അതായത് 5 അടി. 150 സെന്റിമീറ്റർ ആയിരിക്കണം അതിന് മുകളിൽ പൊക്കത്തിൽ നിന്ന് നിങ്ങൾക്ക് കോൺക്രീറ്റ് പോർ ചെയ്യാൻ പാടില്ല. അതായത് ഒരു കോളം ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ഹൈറ്റ് 1.5 മീറ്റർ ആണ്. അപ്പൊ സംശയിക്കാം, അതിന് മുകളിൽ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ. ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതിന്. ഈ 1.5 മീറ്റർ ഹൈറ്റ് വരുമ്പോൾ അങ്ങനെ കോഡ് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ചിന്തിച്ച് മാറ്റാം എന്നുള്ള കണ്ടീഷനും അതിനോടൊപ്പം ഉണ്ട്. ആ പ്രായോഗികതയ്ക്ക് ചില നിഷ്ഠകളുണ്ട്. ഇപ്പോ നമ്മളൊരു ചൂട്ട് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോള് റെസ്ട്രിക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഷട്ടറിന്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഇടുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് 1.5 തന്നെ നിർബന്ധമായി പാലിക്കണമെന്നില്ല. പകരം കുറച്ചുകൂടെ പൊക്കമുള്ള ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ഫണലിൽ കൂടെ ഒരു ചൂട്ടിൽ കൂടെ ആയിരിക്കാണ് കോൺക്രീറ്റ് പോർ ചെയ്യേണ്ടത്. 3 മീറ്റർ പൊക്കത്തിൽ ഒരു ഷട്ടറിംഗ് ഉണ്ടാക്കിയിട്ട് മുകളിൽ നിന്ന് വെറുതെ ചട്ടിയിൽ നിന്ന് കോരി എഴുതുന്നത് തെറ്റാണ്. അത്തരത്തിലുള്ള പ്രവണത കണ്ടാൽ അത് അവസാനിപ്പിക്കുക. നിയമപരമായിട്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ സെഗ്രിഗേഷൻ ഉണ്ടാകും, കോൺക്രീറ്റിന് ഡിസൈർഡ് ക്വാളിറ്റി കിട്ടില്ല എന്നതുകൊണ്ടാണ് കോഡ് ഇത്തരത്തിലുള്ള നിബന്ധനകൾ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോ ഓർക്കുക, കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ എത്രയും ചേർത്ത് ഷട്ടറിന് നമ്മൾ എവിടെ പോർ ചെയ്യണോ അതിനോട് എത്രയും ചേർത്ത് ഇടാനായിട്ടാണ് കോഡ് അനുശാസിക്കുന്നത്. ഒരു കോളം അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്താണെങ്കിലും കോൺക്രീറ്റ് പോർ ചെയ്യുമ്പോൾ 1.5 മീറ്ററിന് മുകളിൽ പൊക്കത്തിൽ നിന്ന് കോൺക്രീറ്റ് പോർ ചെയ്യാൻ പാടില്ല. ഇത് IS 456ന്റെ 13.2 പറയുന്ന ഒരു കാര്യമാണ്. 13.6 ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാം, നമ്മളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു സാധനമാണ്. Supervision is also an extreme importance to check reinforcement that is placing before being covered. ഒരു തട്ടടിച്ച് കമ്പി കെട്ടി വാർക്കുന്നതിന് മുമ്പായിട്ട് ഒരു സൂപ്പർവിഷൻ നിർബന്ധമായി ചെയ്യപ്പെട്ടിരിക്കണം. അതൊരു ക്വാളിഫൈഡ് സൂപ്പർവൈസറോ എഞ്ചിനീയറോ ആകണമെന്ന് സെക്ഷൻ 13.6 പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ലെൻസിഫൈഡിലെ ഓരോ അംഗങ്ങളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എവിടെയെങ്കിലും നമ്മൾക്ക് IS കോഡ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം തോന്നാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി വായിക്കുവാൻ ഈ 13.6 വീണ്ടും നമ്മളെ നിർബന്ധിക്കുകയാണ്. സെക്ഷൻ 13.6 ഓഫ് IS 456 വീണ്ടും നമ്മളെ നിർബന്ധിക്കുകയാണ്. അടുത്തത് ഫൗണ്ടേഷനെ പറ്റി. നമ്മളൊരു കെട്ടിടത്തിന്റെ, ഇപ്പൊ ഞാൻ സിമെന്റ് റീഇൻഫോഴ്സ്മെന്റ്
അതേപോലെ തന്നെ ഫൈൻ അഗ്രീഡ്, കോസ്റ്റ് അഗ്രീഡിനെ പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും വളരെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് വളരെ സ്റ്റാഗേർഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് ഒരു പക്ഷേ എനിക്കൊരു ഇങ്ങനെ ഒരു ബ്രീഫിങ്ങിലൂടെ പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ അഗ്രിഗേറ്റ്സിന്റെ ക്വാളിഫിക്കേഷനും സെഗ്രിഗേഷനും അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിഫിക്കേഷൻ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പകരം ഞാൻ ഇനി സ്ട്രക്ചറൽ എലിമെന്റ്സിലേക്ക് കിടക്കുകയാണ്. സ്ട്രക്ചറൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ സ്ട്രക്ചർ ബെയർ ചെയ്യുന്ന ഭാഗങ്ങൾ, അതിന്റെ പ്രധാന ഘടകങ്ങളുടെ എന്തൊക്കെയാകണം കോഡ് പറയുന്നത് എന്നുള്ളതാണ് അടുത്ത ഭാഗം. ആദ്യമായിട്ടുള്ളത് ഫൗണ്ടേഷൻ. നമുക്കൊരു അറിയാം, ഫൗണ്ടേഷൻ നമ്മൾ ഒരു സ്ട്രക്ചറിന്റെ, ഒരു ബിൽഡിങ്ങിന്റെ ആദ്യത്തെ ഭാഗം കോളം ഫൂട്ടിംഗ് ആണ്. അപ്പം കോളം ഫൂട്ടിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ടേപ്പേഡ് ഫൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഈ ടേപ്പേഡ് ഫൂട്ടിംഗ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ എത്ര തിക്നെസ് വേണം, എത്ര ഡെപ്ത് വേണം എന്നുള്ളതിനെ പറ്റി പലർക്കും കൃത്യമായി അറിയില്ല. IS കോഡ് 456 സെക്ഷൻ 34 1.2 IS 456 സെക്ഷൻ 34 1.2 പറയുന്നുണ്ട്, അങ്ങനെയുള്ള കോളങ്ങളുടെ മിനിമം എഡ്ജ് തിക്നെസ് ഷാൽ ബി 150 mm. 15 സെന്റിമീറ്റർ ആയിരിക്കണം ഒരു കോളം ഫൂട്ടിങ്ങിന്റെ എഡ്ജിന്റെ മിനിമം തിക്നെസ്. ഇത് മാക്സിമം അല്ല, ഇത് നിർബന്ധമല്ല, ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടേത് 15 സെന്റിമീറ്ററിൽ താഴെ പോകാനായിട്ട് പാടില്ല. അതായത് സാധാരണ കെട്ടിടം ഇതൊക്കെ ചെയ്താൽ ഭംഗിയായി നിൽക്കുമെന്ന് 100% ഉറപ്പാണ്. 15% താഴെ പോയാൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അതേപോലെ തന്നെ പൈൽ ക്യാപ്പിന് പറയുന്നുണ്ട്, പൈൽ ക്യാപ്പ് ഷാൽ ഹാവ് എ മിനിമം ഓഫ് 300 mm. പൈൽ ക്യാപ്പിന്റെ ഡെപ്ത് 30 സെന്റിമീറ്റർ ഏറ്റവും മിനിമം ഉണ്ടായിരിക്കണമെന്ന്. അപ്പൊ 30 സെന്റിമീറ്റർ ഇടുന്നോണ്ട് മൊത്തം പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തീരില്ല. പൈൽ ക്യാപ്പിന് വീണ്ടും കുറെ ഭാഗങ്ങളുണ്ട്. മറ്റ് കോഡുകൾ പറയുന്നുണ്ട് അത് പൈലിന്റെ ഡയമീറ്റർ, അതിൽ വരുന്ന പഞ്ചിങ് ഷിയർ, ഇങ്ങനെ കുറെ ആസ്പെക്ട്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നിങ്ങൾക്കൊരു ഡ്രോയിങ് തരുന്നു, അതിൽ 25 സെന്റിമീറ്റർ പൈൽ ക്യാപ്പിന്റെ ഡെപ്ത് കാണിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചലഞ്ച് ചെയ്യാം. ഈ IS 456 34 1.2 പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഷാൽ ബി മിനിമം 30 സെന്റിമീറ്റേഴ്സ് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഒരു ഫൂട്ടിങ്ങിന്റെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പലപ്പോഴും കണ്ടില്ല, പ്രാധാന്യം അർഹിക്കാത്ത കോളമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ കമ്പി വളരെ ചെറിയതായിട്ട് നമ്മൾ ഇടാറുണ്ട്. ചിലരും പേരിന് വേണ്ടിയിട്ട് 4 മൂലയ്ക്ക് കമ്പിട്ട് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ള സാധനമുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ഫൂട്ടിംഗ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ. നിങ്ങൾ എടുക്കുന്ന കോളം ഫൂട്ടിങ്ങിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ആ ക്രോസ് സെക്ഷൻ ഏരിയയുടെ 0.15% സ്റ്റീലിൻ ഏരിയ അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ എടുക്കുന്ന ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷന്റെ, ഫൂട്ടിങ്ങിന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ എത്രയാണോ അതിന്റെ 0.15% ഏരിയയുടെ സ്റ്റീല് നിങ്ങൾ ആ പർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ പൊക്കവുമുള്ള ഒരു ഫൂട്ടിംഗ് ആണെങ്കിൽ അവിടെ 4.5 സെന്റിമീറ്റർ സ്ക്വയറിന്റെ സ്റ്റീൽ ഉണ്ടായിരിക്കണം. 4.5 സെന്റിമീറ്റർ സ്ക്വയർ സ്റ്റീൽ ഉണ്ടാണ്. അപ്പൊ 10ന്റെ എത്ര കമ്പി വേണം നോക്കിയാൽ മതി. ഒരു 10ന്റെ കമ്പിക്ക് 0.78 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പൊ എത്ര വേണം നിങ്ങൾ നോക്കുക, അത്രയും 10ന്റെ കമ്പി ഇട്ട് കൊടുക്കുക. അടുത്ത ഒന്നുള്ളത് ഡയമീറ്റർ ഓഫ് ബാറിനെ പറ്റിയാണ്. അടുത്തൊരു ഫൂട്ടിങ്ങിൽ ഇടുന്ന ഡയമീറ്റർ ഓഫ് ബാറിന് ചില നിഷ്ഠകളുണ്ട്. ഇത് പ്രതിപാദിക്കുന്നത് കണ്ടീഷൻ 26(5.2.2) ഡയമീറ്റർ ഓഫ് ബാറിനെ പറ്റി പറയുന്നത്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഡയമീറ്റർ ഓഫ് ബാർ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1/8 ദ തിക്നെസ് ഓഫ് സ്ലാബ്. അത് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്കത് വരാറില്ല. അതിനേക്കാൾ ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അടുത്തത്, ഡയമീറ്റർ ഓഫ് ബാർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 10 mm. അതായത് 10 mm കമ്പിയിൽ കുറഞ്ഞ ഒരു കമ്പി പോലും നിങ്ങളുടെ ഫൂട്ടിംഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല. 8ന്റെ കമ്പി ഉപയോഗിക്കുന്നത് എവിടെയെങ്കിലും കണ്ടാൽ അറിഞ്ഞോളൂ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണ്. 10ന്റെ കമ്പിയാണ് നിങ്ങൾക്ക് ഒരു ഫൂട്ടിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഡയമീറ്റർ ഉള്ള ബാർ. ഇനിയും ഇതിന് എത്ര കവർ കൊടുക്കാം എന്നുള്ളത്, ഒരു ഫൂട്ടിങ്ങിന് കൊടുക്കേണ്ട കവർ എത്രയായിരിക്കണം എന്നുള്ളത് വ്യക്തമായി അനുശാസിക്കുന്നുണ്ട്. ദ കവർ ടു റീഇൻഫോഴ്സ്മെന്റ് ഷാൽ ബി 50 mm. 5 സെന്റിമീറ്റർ ആയിരിക്കണം ഒരു ഫൂട്ടിങ്ങിന്റെ കവർ. അത് കോഡിന്റെ ഇതേ സെക്ഷൻ തന്നെയാണ് പറയുന്നത്. കോളം ഫൂട്ടിംഗ്, കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ കയറി കിടക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കണ്ടു. ഈ കോളത്തിന്റെ ഫൂട്ടിംഗ് പലരും എല്ലടിച്ച് മുകളിലേക്ക് ബെൻഡ് ചെയ്ത് നിർത്തുന്ന ഒരു സംവിധാനം പലരും അനുശാസിക്കുക. അത്തരത്തിലുള്ളവരെ കാണുമ്പോൾ നമ്മൾ ഇനി ഒന്ന് അനുമോദിക്കണം. കാരണം ചിലര് വെറുതെ വന്ന് എല്ലടിച്ച് കൊണ്ടു നിർത്തും. ഇപ്പം
കൃത്യമായി പറയുന്നുണ്ട്, കോളം റീഇൻഫോഴ്സ്മെന്റ് ഷാൽ ബി എക്സ്റ്റെൻഡഡ് ഇൻ ടു ഫൂട്ടിംഗ് ടു സാറ്റിസ്ഫൈ ദ ഡെവലപ്മെന്റ് ലെങ്ത് ക്രൈറ്റീരിയ. ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. വാട്ട് ഈസ് ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് ചോദിച്ചാൽ, കമ്പിയിൽ നിന്നും കോൺക്രീറ്റിലേക്ക് ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഡെവലപ്മെന്റ് ലെങ്ത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് ഒരു കോൺക്രീറ്റ് ബെഡ് ആണെങ്കിൽ ഇതിലേക്ക് ഒരു സ്റ്റീൽ റോഡ് മുറുക്കെ പിടിച്ചാൽ ഇതിനെ വലിക്കുമ്പോൾ ഇത് നള്ളിഫൈ ചെയ്യുന്നത് ഈ ചുറ്റും, ഈ കോൺക്രീറ്റ് മുറുക്കെ പിടിച്ചിരിക്കുന്ന ഇതിന്റെ ചുറ്റുമുള്ള ഒരു ബോണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ഇത് വലിച്ചെടുക്കുമ്പോൾ ഇതിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് ഇത് ഇത്രയും ഡെപ്ത് ഈ സ്റ്റീല് കോൺക്രീറ്റിനകത്തേക്ക് കടന്നിരിക്കുന്നതുകൊണ്ടാണ്. അതേസമയം ഇത് തന്നെ ഞാൻ അറ്റത്ത് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിച്ചാൽ പെട്ടെന്ന് പുൾ ഔട്ട് ആയിട്ട് വരാൻ പറ്റും. അപ്പോ ഈ ലെങ്ത്, അതായത് കോൺക്രീറ്റിന്റെ സ്റ്റീലിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്ട്രെസ് കോൺക്രീറ്റിലേക്ക് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന തലത്തിലേക്ക് എത്ര ദൂരം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അളവുണ്ട്. ആ സാധനത്തിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന്. അപ്പോൾ ഒരു കോൺക്രീറ്റിന്റെ റീഇൻഫോഴ്സ്മെന്റ്, കോളത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഫൂട്ടിംഗിലേക്ക് കടക്കുമ്പോൾ ഡെവലപ്മെന്റ് ലെങ്ത് ക്രൈറ്റീരിയ കൺസിഡർ ചെയ്ത് ഡെവലപ്മെന്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ലെങ്ത് നിങ്ങൾക്ക് ഫൂട്ടിംഗിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കണം. അത്രയും റീഇൻഫോഴ്സ്മെന്റ്, ഏറ്റവും മിനിമം അത്രയും ലെങ്ത് ഉള്ള കമ്പി കോളം ഫൂട്ടിങ്ങിനകത്ത് ബെൻഡ് ചെയ്ത് ഇട്ടിരിക്കണം. IS കോഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന IS കോഡുകൾ ഏതാണെന്ന് ഞാനത് പറയാം. താല്പര്യമുള്ളവരെന്ന് കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷൻ അനുസൃതമായിട്ട് നിങ്ങൾ അതാത് കോഡുകൾ റെഫർ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ കൃത്യതയുള്ള, ഒരു പക്ഷെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന, ഈ സമൂഹത്തിലുള്ള മറ്റാളുകൾ അംഗീകരിക്കുന്ന ഒരു എഞ്ചിനീയറായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. നല്ല സൂപ്പർവൈസറായി മാറുവാൻ ഇവിടെ ഇരിക്കുന്നത് സാധിക്കും. ഞാൻ ഈ പറയുന്ന കോഡുകളൊന്ന് കുറിച്ച് വെച്ചാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഏത് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഷാലോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് വരുന്ന ഫൗണ്ടേഷനുകളാണെങ്കിൽ IS 1080 റെഫർ ചെയ്യുക. ഷാലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ IS 1086 1986 ആണ് വേർഷൻ ആണ്. IS 1080 വെരിഫൈ ചെയ്യാം. റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആ റാഫ്റ്റ് ഫൗണ്ടേഷനെ പറ്റി പറയുന്നത് IS 2950 പാർട്ട് 1-ലാണ്. IS 2950 പാർട്ട് 1-ൽ റാഫ്റ്റ് ഫൗണ്ടേഷനെ പറ്റി പറയുന്നു. ഇനി റിങ് അല്ലെങ്കിൽ ഷെൽഫ് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് IS 11089 1984 ആണ്. 11089 IS 11089 അല്ലെങ്കിൽ IS 9456 അതിനെ ബന്ധപ്പെട്ടായിരിക്കണം, അല്ലെങ്കിൽ അത് റെഫർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ റിംഗ് അല്ലെങ്കിൽ ഷെൽ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി പൈൽ ഫൗണ്ടേഷൻ, ഡീപ് ഫൗണ്ടേഷൻസ് ആണ് നിങ്ങളുടെ മീഡിയ എങ്കിൽ, പ്രത്യേകിച്ച് കുട്ടനാട്, ആലപ്പുഴ, ആ കുട്ടനാട് ഭാഗങ്ങളിലുള്ള ശ്രദ്ധിക്കാം. നിങ്ങളുടെ അവിടെ പലപ്പോഴും ഒരുമാതിരി വലിയ കെട്ടിടങ്ങൾക്ക് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആണ് പോകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ IS 2911 റെഫർ ചെയ്യുക. ഇതെല്ലാം ഗൂഗിളിൽ വെറുതെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് കിട്ടും, PDF കിട്ടും. എടുത്തൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ കോഡുമായിട്ട് നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും തലത്തിൽ നിങ്ങൾ ഒരു മെഷീൻ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ മെഷീൻ ഫൗണ്ടേഷൻ പാലിക്കേണ്ടതായ ചട്ടങ്ങൾ, അതിനെപ്പറ്റി പറയുന്നത് IS 2974. IS 2974 ആണ് മെഷീൻ ഫൗണ്ടേഷനെ പറ്റി പറയുന്നത്. ഇനി ടവർ ഫൗണ്ടേഷൻ ആണെങ്കിൽ IS 4091. അപ്പൊ ഇത്രയും കോഡുകൾ നിങ്ങളൊന്ന് നോക്കിയാൽ ഫൗണ്ടേഷന്റെ ഏകദേശം നല്ല ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. മനു, സമയമുണ്ടല്ലോ അല്ലേ? ഇനി സമയമുണ്ട് സാർ, കുഴപ്പമില്ല, സമയമുണ്ട്, പറയാം. ശരി. ഇനി നമുക്ക് കോളം ഫൂട്ടിങ് കഴിഞ്ഞ് ഇനി കോളത്തിലേക്ക് കിടക്കാം. കോളത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ IS 456 തന്നെ ഞാൻ IS 13920 എന്ന് പറയുന്ന എർത്ത് റെസിസ്റ്റൻസ് ബിൽഡിങ്സിന്റെ കാര്യം കൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് മാത്രമേ ഇത് പറയാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും ആലോചിക്കാം, നമ്മൾ ഒരു IS കോഡ് റെഫർ ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് IS കോഡുകൾ ഉണ്ടാവും, അതുകൂടി കണക്ട് ചെയ്തിട്ട് വേണം ഒരു വിഷയം പഠിക്കുവാനായിട്ട്. അപ്പം കോളംസ് നമ്മൾ ചെയ്യുമ്പോൾ കോളത്തിന്റെ നിബന്ധനകൾ അല്ലെങ്കിൽ കോളത്തിന്റെ സിസ്റ്റം അല്ലെങ്കിൽ ചിട്ടകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇത് തന്നെ അല്ലെങ്കിൽ ചെറിയ ഭേദഗതികളോട് കൂടിയിട്ട് എർത്ത് കൺസിഡറേഷൻ, നമ്മൾ പ്രത്യേകിച്ച് എർത്ത് സോണിലായതുകൊണ്ട് തന്നെ അതാത് സോണിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന കോഡാണ് IS 13920. അപ്പം അതിൽ 2006 വേർഷൻ അതെടുക്കുക. അതിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു കോളത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനും അതിനെപ്പറ്റി പഠിക്കുവാനും. ആദ്യം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഹൈറ്റ് ത്രൂ വിച്ച് കോൺക്രീറ്റ് ക്യാൻ ബി പോർഡ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു 1.5 മീറ്റേഴ്സ്. അവിടെ കോൺക്രീറ്റ് പോർ ചെയ്യാനുള്ള ഹൈറ്റ് IS കോഡ് പ്രകാരം 1.5 മീറ്റേഴ്സ് എന്ന് പറയുന്നു. സെക്ഷൻ 13.2-ലാണ് അത് പറയുന്നത്.
കണ്ടീഷനാണ്. കണ്ടീഷൻ ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ച് പറഞ്ഞു തന്നു. അപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ റേസ് ചെയ്തിട്ട് വേണമെങ്കിൽ കോൺക്രീറ്റ് പോർ ചെയ്യാനായിട്ട് സാധിക്കും. 2-3 മാറ്റങ്ങൾ ഇനിയും ഉള്ളത് ഈ പുതിയ റിവിഷനുകൾ വന്നതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ചിലർ അറിയാതെ പോയിട്ടുണ്ടാവും. അവരിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം പറയണം. മിനിമം ഡയമെൻഷൻ ഓഫ് കോളം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 15 ടൈംസ് ദ ലാർജസ്റ്റ് ബീം ഡയമീറ്റർ. അതായത് ബീമിൽ ഉപയോഗിക്കുന്ന കമ്പിയുടെ 15 ഇരട്ടിയിൽ കുറയാൻ പാടില്ല നിങ്ങളുടെ കോളത്തിന്റെ ഏറ്റവും മിനിമം ഡയമെൻഷൻ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ 20ന്റെ കമ്പിയാണെങ്കിൽ നമുക്ക് 30 സെന്റിമീറ്ററിൽ താഴെ നിങ്ങളുടെ ബീമിൽ ഉപയോഗിക്കുന്ന ബീമിൽ 20ന്റെ കമ്പി ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന കോളം 30 സെന്റിമീറ്റർ താഴെ പോകാൻ പാടില്ല. ഞാൻ പറയുന്നത് കൃത്യമായി വിശ്വസിക്കും. ഇനി 25 സെന്റിമീറ്ററിന്റെ കമ്പി 2.5 mm ഡയമീറ്ററിന്റെ കമ്പി ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങളുടെ കോളത്തിന്റെ ഡയമെൻഷൻ 37.5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അപ്പോ ബീമിൽ ഇടുന്ന കമ്പിയും കോളത്തിന്റെ ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ് IS 13920 ക്ലോസ് 7.1.1 പറയുന്നുണ്ട്. ഈ വിഷയത്തെ പറ്റി പറയുന്നത് IS 13920 എർത്ത് കൺസിഡറേഷന്റെ കോഡാണ്. IS 13920യുടെ ക്ലോസ് 7.1.1 ഇത് പ്രതിപാദിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ബീമിൽ ഉപയോഗിക്കുന്ന കമ്പിയുടെ ഏറ്റവും കൂടിയ ഡയമീറ്ററിന്റെ 15 ഇരട്ടിയിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കോളത്തിന്റെ ചെറിയ സെക്ഷൻ കുറയാൻ പാടില്ല. അതല്ല എങ്കിൽ ഇപ്പൊ 12ന്റെ കമ്പി മാത്രമേ ഉള്ളൂ എങ്കിൽ 1.2 × 15 എന്ന് പറയുമ്പോൾ 18 സെന്റിമീറ്റർ മതി. അപ്പൊ തൊട്ടടുത്ത കണ്ടീഷൻ പറയുന്നുണ്ട്, അല്ല എങ്കിൽ 30 സെന്റിമീറ്റർ. ഇതിൽ ഏതാണോ യോഗ്യം അത് ഉപയോഗിക്കാം. ഇപ്പൊ 12ന്റെ കമ്പി ആണെങ്കിൽ നിങ്ങൾക്ക് 15 × 1.2 എന്ന് പറയുമ്പോൾ 18 സെന്റിമീറ്റർ കിട്ടും. 18 ആണോ 30 ആണോ എന്ന് ചോദിക്കും, നിങ്ങൾക്ക് 30 താഴെ പോകാൻ പാടില്ല. അപ്പൊ ഒരു കാരണവശാലും ഇനിയും മുതൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കോളത്തിന് 30 സെന്റിമീറ്ററിൽ താഴെ ഒരു ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് IS 456 അനുശാസിക്കുന്നു. എങ്കിലും പലപ്പോഴും പല സൈറ്റുകളിലും 20, 23 ഒക്കെ സെന്റിമീറ്റർ ഇട്ട് കാണുന്നുണ്ട്. അതൊക്കെ ശരിക്കും IS കോഡ് പ്രകാരം തെറ്റാണ്. നിങ്ങൾ ഒരു റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. ശ്രദ്ധിക്കുക. 30 സെന്റിമീറ്റർ മിനിമം ഡയമെൻഷൻ ഓഫ് കോളം ആക്കിയിട്ട് IS 456 മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് IS 13920 സെക്ഷൻ 7.11 അത് മാർക്ക് ചെയ്തത്. ഇനിയും അടുത്ത അതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റീല്. ഒരു കോളം എടുത്തു കഴിയുമ്പോൾ കോളത്തിൽ ഉപയോഗിക്കേണ്ട സ്റ്റീലിന്റെ അളവിനെ പറ്റിയും ഈ IS കോഡ് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് മിനിമം ഇത്ര സ്റ്റീൽ വേണം, മാക്സിമം ഇത്ര വരെ ആകാവൂ സ്റ്റീല് എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് IS കോഡിൽ. അതെന്താണെന്ന് പറഞ്ഞുതരാം. IS 456 26ന്റെ IS 456 ക്ലോസ് 26.5.3.1 ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. IS 456 26.5.3.1 അതിൽ പറയുന്നുണ്ട് മിനിമം സ്റ്റീൽ പെർസെന്റേജ് ഷാൽ ബി 0.8%. ഓർക്കുക, മിനിമം സ്റ്റീൽ പെർസെന്റേജ് ഷാൽ ബി 0.8%. അതെങ്ങനെയാ കൂട്ടുന്നത് പറയാം. ഒരു 30 സെന്റിമീറ്റർ വീതി, 40 സെന്റിമീറ്റർ ഡെപ്ത് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ 0.8% എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന സ്റ്റീലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ എല്ലാം കൂടെ കൂട്ടിയാൽ 9.6 സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ടാവണം. അപ്പൊ 16ന്റെ 4 കമ്പി ഇട്ടാൽ 16ന്റെ 4 കമ്പി ഇട്ട് കഴിഞ്ഞാൽ 8 സെന്റിമീറ്റർ സ്ക്വയർ വരുള്ളൂ. അപ്പം 20, 30, 40ന്റെ ഒരു കോളത്തിന്റെ അകത്ത് ഞാൻ 16ന്റെ 4 കമ്പി ഇട്ടാൽ 8 സെന്റിമീറ്റർ സ്ക്വയർ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ തെറ്റാണ് കാണിക്കുന്നത്. എനിക്ക് വേണ്ടത് നമ്മൾ ഇടുന്ന കമ്പിയുടെ മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുമ്പോൾ ദാറ്റ് ഷുഡ് ബി 9.6 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ എത്രയാണോ നിങ്ങൾ സെക്ഷൻ കൊടുക്കുന്നത് ആ സെക്ഷന്റെ 0.8% ആയിരിക്കണം നിങ്ങളുടെ മിനിമം സ്റ്റീല്. ഇനി മാക്സിമത്തിന് പറയുന്നുണ്ട്. മിനിമം പറയുമ്പോൾ അത് എത്ര വേണമെങ്കിലും ഇടാമെന്ന് നമുക്ക് ധരിക്കാൻ പറ്റില്ല. മാക്സിമം പറയുന്നത് 6% സ്റ്റീല് മാത്രമേ നിങ്ങൾക്കാകാവൂ. നിങ്ങൾക്കുള്ള മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയയുടെ 6% ആണ് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇടാൻ അവകാശമുള്ളത്. അത് പറയുന്നത് സെക്ഷൻ 26.5.3.1 അത് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ഒരുമിച്ച് തന്നെയാണ്, മിനിമം മാക്സിമം ഒരേപോലെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഈ 6% എന്ന് പറയുന്നത് വളരെ ഭീകരമായ സംഖ്യ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ.
ഇത് കെട്ടുമ്പോൾ പലപ്പോഴും ഇതിനകത്തുള്ള ഒരു കോൺക്രീറ്റ് ഇറങ്ങത്തില്ല, വൈബ്രേറ്റർ ഇറങ്ങാൻ സാധിക്കത്തില്ല, ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ്മെന്റ്, ബാക്കി ക്രൈറ്റീരിയാസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത കണ്ടീഷൻ വരെ. അപ്പം 6% നിയമ ഇത് IS കോഡ് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ഒരു 4% മുകളിൽ പോകാതെ നോക്കും. നിങ്ങളുടെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ ഒരു 4% മുകളിൽ പോകാതെ നോക്കിയാൽ അത് ഏറ്റവും നല്ലത്. കാരണം വർക്കബിലിറ്റി സ്റ്റാൻഡേർഡ്സ് കോഡ് പറയുന്ന വർക്കബിലിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കപ്പെടുവാൻ അത്തരത്തിലുള്ള ശതമാനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പം മിനിമം സ്റ്റീൽ പെർസെന്റേജ് ആസ് പെർ IS കോഡ് ഈസ് 0.8%, മാക്സിമം സ്റ്റീൽ പെർസെന്റേജ് ആസ് പെർ IS കോഡ് ഈസ് 6%. ഈ രണ്ട് ഫിഗർ കോളത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള കോളം അല്ലെ സ്ക്വയർ ഷേപ്പിലുള്ള കോളം ആണെങ്കിൽ അതിനകത്ത് മിനിമം 4 കമ്പി ഉണ്ടായിരിക്കണം. അത് IS 456ന്റെ 26.5.3.1 സിയിലാണ് അത് പറയുന്നത്. 26.5.3.1.1 സിയില് വ്യക്തമായിട്ട് പറയുന്നു, ഒരു റെക്ടാംഗുലർ കോളത്തിനോ സ്ക്വയർ കോളത്തിനോ 4 കമ്പി നിർബന്ധമായും ഉണ്ടായിരിക്കണം. സർക്കുലർ കോളത്തിന് പറയുന്നത്, ഈ സർക്കുലർ കോളമാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാവുന്നത്. സർക്കുലർ കോളത്തിനെ സംബന്ധിച്ച് 6 കമ്പി മിനിമം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധപൂർവ്വം IS കോഡിൽ പറയുന്നുണ്ട്. നിങ്ങളൊരു സർക്കുലർ കോളമാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ മിനിമം 6 കമ്പി ഉണ്ടായിരിക്കണം. ഇതും സെക്ഷൻ 26.5.3.1 സിയിലാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ എത്ര ഡയമീറ്റർ ഉള്ള കമ്പി ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. ഒരു കോളത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട മിനിമം ഡയമീറ്റർ എത്രയാണ്? 8 mm കമ്പിയോ 10 mm കമ്പിയോ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരു കോളത്തിനകത്ത് നിങ്ങൾ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഒരു കാരണവശാലും, ഇനിയും അത് ലോഡ് എടുക്കുന്ന കോളം അല്ല എങ്കിൽ പോലും, യാതൊരു പ്രാധാന്യവും അറിയിക്കാത്ത ഒരു കോളമാണെങ്കിൽ പോലും, വെറുതെ ഒരു ഫേഷ്യ വർക്കിന്റെ ഭാഗമായി നിൽക്കുന്ന കോളമാണെങ്കിൽ പോലും, ദ മിനിമം ഡയമീറ്റർ ഓഫ് ബാർ ഷാൽ ബി 12 mm. 12 mm കമ്പി ആണ് ഏറ്റവും മിനിമം ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിന് മുകളിൽ ഡയമീറ്ററുള്ള കമ്പികൾ മാത്രമേ കോളത്തിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് അനുവാദമുള്ളൂ. അത് പറഞ്ഞിരിക്കുന്നത് സെയിം സാധനത്തിന്റെ 1Dയിലാണ് ഈ മിനിമം ഡയമീറ്റർ ഓഫ് ബാർ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്പേസിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ്. ഇപ്പം ഞാൻ പറയും എനിക്കൊരു 30 സെന്റിമീറ്റർ വീതിയും 50 സെന്റിമീറ്റർ ഉള്ള ഒരു കോളമുണ്ട്. ഞാൻ 4 കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 കോളം തമ്മിൽ കവർ കഴിയുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചാൽ 40 സെന്റിമീറ്റർ ആണ് ഒരു ഫേസിലുള്ള ഡിസ്റ്റൻസ്. അപ്പം അങ്ങനെ 40 സെന്റിമീറ്റർ വരുന്ന സാഹചര്യം, എനിക്കിപ്പോ വലിയ ലോഡൊന്നുമില്ല. മുമ്പ് പറഞ്ഞ കോഡിൽ പ്രൊവിഷൻ പ്രകാരം 4 കമ്പി വേണം. ആ 4 കമ്പി ഞാൻ ലേ ചെയ്തു. അത് 4-12 അല്ല, മിനിമം സ്റ്റീൽ ഉപയോഗിക്കണമല്ലോ. അപ്പൊ മിനിമം സ്റ്റീൽ ഉപയോഗിച്ച് ഏതിന്റെയാണെങ്കിൽ 4 കമ്പി ഇട്ടു. അപ്പൊ കവറിങ് കഴിഞ്ഞിട്ട് 2 കമ്പി തമ്മിലുള്ള അകലം 50 സെന്റിമീറ്റർ വീതിയുള്ള കോളമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എനിക്കുള്ളത് 40 സെന്റിമീറ്റർ കിട്ടി. അവിടെയാണ് ഞാൻ ഈ കണ്ടീഷൻ വായിക്കേണ്ടത്. സ്പേസിംഗ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസ് മെഷേർഡ് അലോങ് പെരിഫറി ഓഫ് കോളം ഷാൽ നോട്ട് എക്സീഡ് 300 mm. അതായത് 2 കമ്പി തമ്മിലുള്ള അകലം ഒരു കാരണവശാലും 30 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. 2 കോളത്തിലെ 2 ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഉണ്ടെങ്കിൽ ആ 2 ലോഞ്ചിറ്റ്യൂഡിനൽ ബാർസിൽ തമ്മിലുള്ള അകലം 30 സെന്റിമീറ്ററിൽ ഒരു കാരണവശാലും കൂടാൻ പാടില്ല. ഇത് മുമ്പത്തെ തന്നെ സെക്ഷന്റെ ജിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം CA DA ഈ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ജിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 2 ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ, ഇപ്പം ഗ്രൂപ്പ് ഓഫ് 6 കമ്പിയുണ്ട്. ആ കമ്പി നിങ്ങൾ സ്പേസിംഗ് വന്നേക്കുന്നത് 40 സെന്റിമീറ്റർ അകലത്തിലാണ്. തെറ്റാണ്. അവിടെ നിങ്ങൾ കമ്പിയുടെ ഡയമീറ്റർ കുറച്ചിട്ട് നിങ്ങൾ 2 കമ്പി തമ്മിലുള്ള അകലം 30 സെന്റിമീറ്ററേ പാടുള്ളൂ. പെഡസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട്. പെഡസ്റ്റലിൽ ഞാനിപ്പം അത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞു തന്നാലും അതുകൊണ്ട് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഞാൻ ഇച്ചിരി വേഗതയിൽ പോവുകയാണ്. ബീമോട് ഒന്ന് പറഞ്ഞു തരണം എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. എഫക്റ്റീവ് ലെങ്ത് ഓഫ് പെഡസ്റ്റലൊക്കെ ഉണ്ട്. എന്തെങ്കിലും അതുമായിട്ട് സംശയമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ മനുവിനോട് പറഞ്ഞാൽ അദ്ദേഹം അത് കൺവേ ചെയ്യും. ഇനിയുള്ളത് സ്റ്റിറപ്പ്. ഏറ്റവും മറ്റൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കോളത്തിലെ സ്റ്റിറപ്പിന്റെ. ഇതിനൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സ്റ്റിറപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നത് 26.5.3.2ലാണ്. IS 456ന്റെ 26.5.3.2 സ്റ്റിറപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞ ഡയമീറ്റർ ഓഫ് ലിങ്ക്സ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1/4 ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ. നമ്മൾ ഉപയോഗിക്കുന്ന കമ്പിയുടെ ഏറ്റവും വലിയ കമ്പിയുടെ ഡയമീറ്ററിന്റെ 4/1 കുറയാൻ പാടില്ല സ്റ്റിറപ്പിന്റെ ഡയമീറ്റർ. അതായത് നമുക്കത് വലിയതായിട്ട് ബാധിക്കില്ല. കാരണം 32ന്റെ കമ്പി ഇട്ടാൽ പോലും 8 mm കമ്പി ഉപയോഗിക്കേണ്ടി വരും. 32ന് മുകളിൽ പോയാലേ ഉള്ളൂ പ്രശ്നം വരുന്നത്. ഇപ്പൊ 1/4 ഓഫ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ബാർ എന്ന് പറയും. നമ്മൾ സ്വതവേ ഉപയോഗിക്കുന്ന 8ന്റെ കമ്പിയാണ്. 8ഉം 6ഉം ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫൈൻ.
പക്ഷെ കണ്ടീഷനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നോർത്ത് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞിരിക്കണം, ഉപയോഗിക്കുന്ന ഏറ്റവും ഡയമീറ്റർ കൂടിയ ലോഞ്ചിറ്റ്യൂഡൽ ബാറിന്റെ 4/1 കുറയാൻ പാടില്ല സ്റ്റിറപ്പിന്റെ ഡയമീറ്റർ. അത് IS 456 26.5.3.2 C2 പറയുന്നത്. പിന്നെയും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടെ നോക്കാമെങ്കിൽ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ അതിലൊരു ഫിഗർ ഉണ്ട്, ഈ IS കോഡിൽ 2 ഫിഗർ ഉണ്ട്. ഒരു ഫിഗർ 8 പറയുന്നത് നമ്മൾ 2 കമ്പി കോളത്തിന് പെരിഫറി ചേർത്ത് കമ്പി ഇടുമ്പോൾ, ഇങ്ങനെ കോളത്തിന് പെരിഫറിയിൽ കമ്പി ഇടുമ്പോൾ ഈ 2 കമ്പി തമ്മിൽ 7.5 സെന്റിമീറ്ററിന് മുകളിൽ ഗ്യാപ്പ് ഇല്ല എങ്കിൽ, ഇപ്പൊ നമ്മൾ 1, 2, 3, 4 ഇടുമ്പോൾ ഈ 1, 2, 3, 4 ഈ കമ്പികൾ തമ്മിൽ 7.5 സെന്റിമീറ്ററിന് മുകളിൽ ഗ്യാപ്പ് ഇല്ല എങ്കിൽ നിങ്ങൾ ക്രോസ് ടൈ കൊടുക്കണം. നിങ്ങൾ ഔട്ടർ ലൂപ്പ് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ. അത് അതിലെ ആ കോഡിലെ തന്നെ ഫിഗർ 8 ഒന്ന് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയെങ്കിലും ഇത് കൂടുന്ന പക്ഷം അവിടെ നിങ്ങൾ ഓൾട്ടർനേറ്റ് തിരിച്ച് ക്രോസ് ലൂപ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഫിഗർ 9 ഇതിനെപ്പറ്റി പറഞ്ഞത്, അതിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞത് 48 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ടൈ എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ ഡയമീറ്ററിന്റെ സ്റ്റിറപ്പ് കൊടുക്കുന്ന കമ്പിയുടെ 48 ഇരട്ടിക്ക് മുകളിൽ അകലമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ക്രോസ് ലൂപ്പ് കൊടുത്തിരിക്കണം. ഇപ്പം 8ന്റെ കമ്പിയാണെങ്കിൽ 0.8 × 48 എന്ന് പറയുമ്പോൾ 38 സെന്റിമീറ്റർ. 2 കമ്പി തമ്മിൽ ഇപ്പം അടുപ്പിച്ച് വെക്കുമ്പോൾ 38 സെന്റിമീറ്റർ കൂടുമ്പോൾ നിങ്ങളൊരു ക്രോസ് ലൂപ്പ് വന്നിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ 38 സെന്റിമീറ്ററിന് മുകളിൽ വരുന്നിടത്ത് ക്രോസ് ലൂപ്പ്, അതായത് ഔട്ടർ സ്റ്റിറപ്പ് മാത്രമല്ല, അത് വീണ്ടും ഒരു സ്റ്റിറപ്പോട് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ കോഡിന്റെ ഫിഗർ 9. ഇപ്പം സ്ക്രീൻ ഷെയറിംഗ് വരുമ്പോൾ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആ സ്ക്രീൻ ഷെയറിംഗ് ഞാൻ ഇതിലിട്ട് കാണിക്കാൻ വരും. അപ്പം അത് വേറെ സിസ്റ്റത്തിൽ കിടക്കണം. നിങ്ങൾക്ക് ആ ഫിഗർ റെഫർ ചെയ്താൽ മനസ്സിലാവും. IS 456ന്റെ 9ാമത്തെ ഫിഗർ നോക്കിയാൽ അത് മനസ്സിലാവും. ഇനി സ്റ്റിറപ്പിന്റെ അകലം, ഇത് മറ്റൊരു പ്രാധാന്യം അറിയിക്കുന്ന. മനു, ആൾക്കാർക്ക് ബോറടിച്ച് തുടങ്ങിയോ? സ്റ്റഫ് ഒത്തിരി ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. കുഴപ്പമില്ലോ, കാരണം ഇതൊരു കണക്കുകൾ മാത്രമായതുകൊണ്ടേ ചിലപ്പോ കേട്ടിരുന്ന് ബോറടിക്കും നമുക്ക്. കുഴപ്പമില്ല, തുടരാം അല്ലേ? ശരി. അപ്പം 2 സ്റ്റിറപ്പ് തമ്മിലുള്ള അകലത്തെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. IS 456 26.5.3.2 C1 C1 ABC C1 പിച്ച് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് പറയുന്നത്. പിച്ച് എന്ന് പറയുന്നത് 2 സ്റ്റിറപ്പ് തമ്മിലുള്ള അകലം. ഇത് ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസിൽ കൂടാൻ പാടില്ല. ഹലോ, ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ. ഏതിന്റെ കാര്യമാ? ഡിസ്റ്റൻസ്, സ്റ്റിറപ്പിന്റെ അകലം അല്ലേ? അല്ല, കോഡിലെ ഏത് ഭാഗമാണെന്ന് പറയുന്നത്? കോഡിലെ സ്റ്റിറപ്പിന്റെ അകലം പറയുന്ന ഭാഗം IS 456 26.5.3.2 അതിന്റെ കണ്ടിന്യൂഷനാ. ക്ലിയർ ആയോ? 26.5.3.2 അതിലെ C1 ഈ പിച്ചിനെ പറ്റി പറയുന്നത്. അപ്പൊ സ്റ്റിറപ്പ് തമ്മിലുള്ള അകലം പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കണ്ടീഷൻസിൽ കൂടാൻ പാടില്ല. 1ാമത്തെ കണ്ടീഷൻ, കോളത്തിന്റെ ലീസ്റ്റ് ഡയമെൻഷൻ. നമ്മൾ മുമ്പ് പറഞ്ഞു 30 സെന്റിമീറ്റർ ആണ് കോളത്തിന്റെ ഇപ്പോഴത്തെ ലീസ്റ്റ് ഡയമെൻഷൻ. അപ്പൊ നിങ്ങളുടെ സ്റ്റിറപ്പ് തമ്മിലുള്ള അകലം 30 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ദാറ്റ് ഈസ് വൺ കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 16 ടൈംസ് ദ സ്മോളസ്റ്റ് ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ. നിങ്ങളുടെ ലോഞ്ചിറ്റ്യൂഡൽ ബാർ കോളത്തിനിടുന്ന കമ്പിയുടെ 16 ഇരട്ടിയിൽ കൂടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ 12ന്റെ കമ്പി ആണെങ്കിൽ നിങ്ങൾക്ക് 19.2 സെന്റിമീറ്ററിൽ കൂടുതൽ നിങ്ങളുടെ സ്റ്റിറപ്പിന് അകലം പാടില്ല. 12ന്റെ കമ്പിയാണ് നിങ്ങളുടെ കോളത്തിലെ ഏറ്റവും ഡയമീറ്റർ കൂടിയ ലോഞ്ചിറ്റ്യൂഡൽ ബാർ എങ്കിൽ അതിന്റെ 16 ഇരട്ടി എന്ന് പറയുന്നത് 19.2 സെന്റിമീറ്ററിൽ കൂടുതൽ നിങ്ങളുടെ സ്റ്റിറപ്പിന് അകലം പാടില്ല. ഇനി 16ന്റെ കമ്പിയാണ് കോളത്തിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് 25.6 കൂടാൻ പാടില്ല. അപ്പൊ മുമ്പത്തെ കണ്ടീഷൻ നള്ളിഫൈ ചെയ്തു. 30 സെന്റിമീറ്റർ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്നുള്ളത് മാറി ഇതിലേക്ക് മാറും. 25. നിങ്ങൾ ഏത് കമ്പി ഇടുന്നു അതിന്റെ 16 ഇരട്ടിയിൽ കൂടുതൽ നിങ്ങൾക്ക് സ്റ്റിറപ്പിന്റെ അകലം മാറാൻ പാടില്ല. ഈ 2 കണ്ടീഷൻ, അല്ലെങ്കിൽ 300 mm നിങ്ങൾക്ക് കൂടാൻ പാടില്ല. ഇപ്പൊ കോളത്തിന്റെ വീതി മിനിമം 30 വരെ 45 ആവുകയാണെങ്കിൽ ഈ 300 ബാധകമായി. അപ്പൊ ഈ 3 കണ്ടീഷനിൽ ഒരു കാരണവശാലും നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ അകലം അതിലേറ്റവും കുറവിൽ കൂടാൻ പാടില്ല. കവറിന്റെ സ്റ്റീൽ, ഈ സ്റ്റിറപ്പിന് നമ്മൾ കൊടുക്കുന്ന നോമിനൽ കവർ എന്ന് പറയുന്നത് 40 mm ആയിരിക്കണം. അത് മുമ്പ് പറഞ്ഞ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് മാറ്റം വരികയും വേണം. ഇത് ഒരു ഭാഗത്ത് പറയുന്നെങ്കിൽ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്
അതിന്റെ ബാക്കി സെക്ഷനുമായിട്ടാണ് കൂട്ടി വായിക്കേണ്ടത്. അപ്പോ 40 mm കവർ, 40 mm കവറെങ്കിലും ഒരു കോളത്തിന് ഏറ്റവും മിനിമം നിങ്ങൾ കൊടുക്കാൻ ബാധ്യതയാണ്. ഈ കവറും എല്ലാം മുമ്പ് പറഞ്ഞ സെയിം സെക്ഷന്റെ ബാക്കിയായിട്ട് തന്നെ പറയുന്നുണ്ട്. ഡെവലപ്മെന്റ് ലെങ്ത് മുമ്പ് ഞാൻ പറഞ്ഞു, ബണ്ടിൽ ബാർസും അതിന്റെ ഡെവലപ്മെന്റ് ലെങ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ബണ്ടിൽ ബാർസ് ഞാൻ ഒന്നുകൂടെ പറയാം. ചിലപ്പോ ഒരു കോളത്തിന്റെ അകത്ത് കമ്പി ഞാൻ പറഞ്ഞല്ലോ മുമ്പ് 7.5 സെന്റിമീറ്റർ എണ്ണം എടുക്കുമ്പോൾ ഒത്തിരി കമ്പി വരുന്നു, അതിനിടയ്ക്കൂടെ ഒരു മെറ്റലോ സ്റ്റിറപ്പോ ഇറങ്ങാത്ത ഒരു വൈബ്രേറ്റർ ഇറങ്ങാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ബണ്ടിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. 2, 3, 4 കമ്പി ഒരുമിച്ച് കൂട്ടി കെട്ടി ഒരു മൂലയ്ക്ക് നിർത്താം. അതുപോലെ 4 മൂലയ്ക്കും ബണ്ടിൽ ബാർസ് ആക്കി ഈ ഇടയ്ക്കത്തെ കമ്പിയുടെ സ്പേസിംഗ് കൂട്ടാം. ഇങ്ങനെ ബണ്ടിൽ ബാർസ് വരികയാണെങ്കിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് പറയാം. അപ്പം ഒരു ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്ന ഭാഗം ഞാൻ പറഞ്ഞു, കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുള്ള ബന്ധം, അതിന്റെ ഉണ്ടാകേണ്ട നീളമാണ് ബണ്ടിൽ ബാർസ്. ഈ ട്രാൻസ്ഫർ കോൺക്രീറ്റിൽ നിന്നുള്ള സ്ട്രെസ് കോൺക്രീറ്റിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ദൂരമാണ് ബണ്ടിൽ ബാർസ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിനെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പെട്ടെന്ന് ഓർത്തി വെക്കാൻ വേണ്ടിയിട്ട് പറയാം. 41 times the diameter of bar. നിങ്ങൾ 16ന്റെ കമ്പിയാണെങ്കിൽ അതിന്റെ 41 കൊണ്ട് ഗുണിച്ചാൽ ദാറ്റ് വിൽ ബി യുവർ ഡെവലപ്മെന്റ് ലെങ്ത്. ഈ ഡെവലപ്മെന്റ് ലെങ്ത് നമ്മൾ ബണ്ടിൽ ബാർസിൽ വരുമ്പോൾ എങ്ങനെ മാറ്റം വരുന്നത് പറയാം. ഇപ്പൊ 2 കമ്പി ഞാൻ കൂട്ടിക്കെട്ടുകയാണെങ്കിൽ 16ന്റെ 2 കമ്പി ഞാൻ കൂട്ടിക്കെട്ടുന്നു. അപ്പൊ എത്രയാണോ ഡെവലപ്മെന്റ് ലെങ്ത് വേണ്ടത് അതിന്റെ 10% ഞാൻ കൂടുതലിട്ട്, 2 കമ്പിയാണ് ഇടുന്നതെങ്കിൽ. 3 കമ്പിയാണ് ഞാൻ ബണ്ടിൽ ബാർസിൽ കൂട്ടിക്കെട്ടുന്നെങ്കിൽ ഞാൻ 20% കൂടുതലിടണം. ഡെവലപ്മെന്റ് ലെങ്ത് എത്രയാണോ അതിന്റെ 20% കൂടുതൽ വേണം ഞാൻ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ. ഇനി 4 ബാർ ചേർത്ത് വെച്ചിട്ട്, ഈ 4 ബാർ ചേർത്ത് വെക്കുമ്പോൾ പറയും അതിന് ചുറ്റും ചെറിയ സ്റ്റിറപ്പോടെ കെട്ടിയിടണം ബണ്ടിൽ ബാർസ് ഇടുമ്പോൾ. അപ്പൊ 4 ബാർ ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ ബണ്ടിൽ ചെയ്യുന്നെങ്കിൽ അതിന് എത്രയാണോ 16 കമ്പിയാണ്, 16ന് എത്രയാണോ ഡെവലപ്മെന്റ് ലെങ്ത് അതിന്റെ 33% കൂടുതൽ ഞാൻ ഡെവലപ്മെന്റ് ലെങ്ത് കൊടുക്കേണ്ടത്. അതായിരിക്കും അത് ഒരു ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. പിന്നെ കർട്ടെയിൽമെന്റ് ഓഫ് ബണ്ടിൽ ബാർസ്, അത് ഞാൻ എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് എത്തും. ഇത്ര നേരം പറഞ്ഞതുകൊണ്ട് ചിലപ്പം മറന്നു പോകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് കർട്ടെയിൽമെന്റ് ഓഫ് ബണ്ടിൽ ബാർസ് എന്ന് പറയുന്ന ടോപ്പിക് ഓർത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാനത് പറഞ്ഞുതരാം. മറ്റൊന്നുള്ളത് എക്സ്പാൻഷൻ ജോയിന്റ്. എക്സ്പാൻഷൻ ജോയിന്റ് 30 മീറ്റർ മുതൽ 45 മീറ്റർ വരെ വേണം എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ IS കോഡിൽ 45 മീറ്റർ ആണ് പറയുന്നത്. എങ്കിലും ഏതെങ്കിലും സ്ട്രക്ചറിന് 45ന് മുകളിൽ നീളം വരികയാണെങ്കിൽ അവിടെ 2 അതിലധികമോ എക്സ്പാൻഷന്റെ ജോയിന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ അവ്യക്തമായ ചില ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പാൻഷൻ ജോയിന്റ് കൊടുക്കുമ്പോൾ ചിലർ സംശയം ഫൗണ്ടേഷൻ ഉൾപ്പെടെ 2 കൊടുക്കണോ എന്ന് ഒരു സംശയം പലപ്പോഴും ഉണ്ടാകുന്നു. നിർബന്ധമില്ല. കോഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫൗണ്ടേഷൻ തന്നെ 2 ആകണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ഫൗണ്ടേഷൻ എക്സ്പാൻഷൻ ജോയിന്റ് വരുന്നിടത്ത് നിങ്ങൾക്ക് 2 കോളം ചേർത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് നമ്മൾ എക്സ്പാൻഷൻ ഗ്യാപ്പ് ഫില്ലർ വെച്ചിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഈ ചേർക്കുന്നതിന് ഫൗണ്ടേഷൻ 2 ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 2 ആകുന്നതിൽ കുഴപ്പമില്ല. അപ്പം 1 ആണെങ്കിൽ നിങ്ങൾക്ക് കോഡ് പ്രൊവിഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ 1 ആക്കിക്കൊണ്ട് കോളംസ് 2 ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് വെച്ച് കയറിപ്പോകുന്നതാണ്. അത് പ്രതിപാദിക്കുന്നത് IS 456ന്റെ 27ാമത് ക്ലോസ് 2ാം ഭാഗത്തിലാണ് അത് പറയുന്നത്. 27ാമത് ക്ലോസ് 2ാം ഭാഗം. ഇനി ജനറൽ കണ്ടീഷൻസ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്തു പോവാം. ബീമിനെ പറ്റിയാണ് അടുത്ത് വരാൻ പോകുന്നത്. അപ്പൊ ജനറൽ കണ്ടീഷൻസ് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. പറഞ്ഞു മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാണ്. മിനിമം ഗ്രേഡ് ഓഫ് ആരോ പറയുന്നത് രാവിലെ കയറണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതാ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവസരം പിന്നീട് തിരിച്ചു കിട്ടത്തില്ല, അത് ഓർത്തോളൂ. നമുക്ക് ഇനിയും കാണാം. ഇനി ഇതുപോലുള്ള വേദികളുണ്ട്. നമുക്ക് ഇതുപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പിന്നെ പ്രാധാന്യം മനസ്സിലായി. നമുക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ ജനറൽ പോയിന്റ്സ് ഒന്നുകൂടെ പറയുകയാണ്. ലേറ്റ് കമേഴ്സിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞു പോവാം. മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M20. എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, എന്തായിരുന്നു എന്ന് പറയുമോ? മനു ലാസ്റ്റിൽ ഹാൻഡിൽ ചെയ്യുമോ? അത് ലാസ്റ്റിൽ നമുക്ക് ഒരുമിച്ച് ചോദിക്കാം, ഒരുമിച്ച് പറയാം. ശരി, ഫൈൻ, ഓക്കെ. അപ്പോ ജനറൽ പോയിന്റ്സിൽ ഒന്ന് പറയുന്നത് മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M20. അത് സാധാരണ കെട്ടിടങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന കണ്ടീഷൻ ഓർക്കുക. ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M20. 15 മീറ്ററിന് മുകളിൽ നിങ്ങളുടെ കെട്ടിടത്തിന് പൊക്കമുണ്ട് എങ്കിൽ ഈ M20 ബാധകമല്ല. Then the minimum grade shall be M25. ശ്രദ്ധിക്കുക, 15 മീറ്ററിന് മുകളിൽ നിങ്ങളുടെ കെട്ടിടത്തിന് പൊക്കമുണ്ട് എങ്കിൽ മിനിമം ഗ്രേഡ് M20 ആണെന്ന് ഒരു കാരണവശാൽ തർക്കിക്കരുത്. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഷാൽ ബി M25.
ഇത് IS 13920 ക്ലോസ് 5.2 പറയുന്നു. IS 13920 ക്ലോസ് 5.2 ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബീമിന്റെ വീതിയുടെ ബീം വിഡ്ത്തിന്റെ മിനിമം വിഡ്ത്ത് എത്രയാണെന്ന് പ്രതിപാദിക്കുന്നു. അത് 20 സെന്റിമീറ്റർ ആണ്. 200 mm ആയിരിക്കണം ഒരു ബീമിന്റെ മിനിമം വീതി. അത് പ്രതിപാദിക്കുന്നത് IS 13920. ഇതെല്ലാം എർത്ത് കൺസിഡറേഷന്റെ കോഡാണ്. IS 13920 ക്ലോസ് 6.1.2 അത് പ്രതിപാദിക്കുന്നത്. അല്ല, 6.1.2 ബീം വിഡ്ത്തിനെ പറ്റി പറഞ്ഞത്. ബീമിന്റെ വിഡ്ത്ത് ടു ഡെപ്ത്, അതിന്റെ വീതിയും അതിന്റെ പൊക്കവും തമ്മിലുള്ള റേഷ്യോ പറയുന്നുണ്ട്. അത് 0.3 കൂടുതലായിരിക്കണം. നിങ്ങളുടെ ബീമിന്റെ വീതിയും അതിന്റെ പൊക്കവും തമ്മിലുള്ള റേഷ്യോ 0.3 കൂടുതലായിരിക്കണം. അത് IS 13920 ക്ലോസ് 6.1.1 പറയുന്നത്. ഇതെല്ലാം എർത്ത് കൺസിഡറേഷനിലുള്ള നിയമങ്ങളാണ്. ഇവിടെ IS 456 ചിലപ്പോൾ ഇത് ഓവർറോൾ ചെയ്തിട്ടുണ്ടാകാം. ഇതായിരിക്കും പക്ഷെ നമുക്ക് അവിടെ ബാധകമായി വരുന്നത്. അപ്പം ബീം ഡെപ്ത് width to depth ratio shall be more than 0.3. ബീമിന് നിങ്ങൾക്ക് ഇനി വെറുതെയുള്ള ബീം ആണെങ്കിൽ പോലും ഇറ്റ് ഷുഡ് ഹാവ് മിനിമം 2 ഡയാ രണ്ട് 12 കമ്പി മുകളിലും താഴെയും ഉണ്ടായിരിക്കണം. അതായത് മുകളിൽ 2 കമ്പി, താഴെ 2 കമ്പി ഏറ്റവും മിനിമം ഉണ്ടായിരിക്കണം. അത് 12 കമ്പി ആയിരിക്കണം. അതിൽ താഴെയുള്ള കമ്പി ഉപയോഗിക്കാൻ പാടില്ല. ഇനി മാക്സിമം ഏരിയ, ഒരു ബീമിന്റെ അകത്ത് എത്ര കമ്പി ഇടാം എന്നുള്ളതാണ് ഒരു ചോദ്യം. ബീമിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം കമ്പിയുടെ അളവ് എന്ന് പറഞ്ഞാൽ മൊത്തം ക്രോസ് സെക്ഷണൽ ഏരിയയുടെ 4% മാത്രമാണ്. ഒരു ബീമിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുത്താൽ അതിന്റെ 4% കൂടുതൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് സ്റ്റീൽ ഇടാൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിസൈനിൽ നമ്മൾ പറയും, ഡിസൈൻ ചെയ്യുമ്പോൾ വി ഡിസൈൻ ഇറ്റ് ആസ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ, ബാലൻസ്ഡ് സെക്ഷൻ, ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഈ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ കുറവും കോൺക്രീറ്റ് ആയിരിക്കും കൂടുതൽ അവിടെ ഡോമിനന്റ് ആയിട്ട് വരുന്നത്. ബാലൻസ്ഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും തുല്യമായി എടുക്കും. സ്റ്റീലും കോൺക്രീറ്റും ഒരേപോലെ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബാലൻസ് സെക്ഷൻ. ഓവർ റീഇൻഫോഴ്സ് സെക്ഷനിൽ സ്റ്റീൽ ആയിരിക്കും ഡോമിനന്റ് ആയിട്ടുള്ളത്. സ്റ്റീൽ ഡോമിനന്റ് ആയിട്ടുള്ളതും കോൺക്രീറ്റ് അതിന്റെ മേജർ ഭാഗം എടുക്കാതെ വരുന്ന സാധനത്തിനാണ് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ. നിയമപരമായിട്ട് ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ അനുവദനീയമല്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ യാതൊരു വാണിംഗും തരത്തില്ല, പെട്ടെന്ന് കൊളാപ്സ് ചെയ്യും. അതേസമയം ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷനോ ബാലൻസ്ഡ് സെക്ഷനോ ആണെങ്കിൽ നമുക്ക് ചെറിയ ക്രാക്ക് കാണും, ചെറിയ സ്പോളിംഗ് ആണ്. ഇങ്ങനെ ആവശ്യത്തിനുള്ള സമയം തന്ന് മെയിൻ്റനൻസിനുള്ള സമയം നമുക്ക് കിട്ടും. അങ്ങനെ ഒരു വാണിംഗ് തന്ന് മാത്രം ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ അണ്ടർ റീഇൻഫോഴ്സ് ആൻഡ് ബാലൻസ് സെക്ഷൻ മാത്രം ഉപയോഗിക്കുന്നത്. ഓവർ റീഇൻഫോഴ്സ് സെക്ഷൻ ഒരു കാരണവശാലും ഉപയോഗിക്കില്ല. അപ്പോ ഒരു ബീമിന്റെ അകത്ത് മാക്സിമം ഏരിയ ഒരു കാരണവശാലും 4% കൂടുതൽ ആകാൻ പാടില്ല എന്ന് പറയുന്നു. മറ്റൊന്നുള്ളത് ലാപ്പ് ലെങ്ത്. നമുക്കറിയാം, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ലാപ്പ് ഇടാറുണ്ട്. ഈ ലാപ്പിനെ പറ്റി നമുക്ക് ഒന്നുകൂടെ പറയാം. അപ്പൊ ലാപ്പിനെ പറ്റി പറയുമ്പോൾ ലാപ്പ് ഇടുന്ന ഭാഗങ്ങളിൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ സ്പേസിങ് ഒരു കാരണവശാലും 15 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. ഓർക്കുക, പലയിടത്ത് ബീമിന് നമ്മൾ 20 സെന്റിമീറ്റർ ആയിരിക്കും നമ്മൾ സ്റ്റിറപ്പിന്റെ സ്പേസിങ് കൊടുക്കുക. പക്ഷെ എവിടെയൊക്കെ ലാപ്പ് വരുന്നോ ആ ലാപ്പ് വരുന്ന ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ സ്റ്റിറപ്പ് സ്പേസിങ് 15 സെന്റിമീറ്ററിന് മുകളിൽ പോകാൻ പാടില്ല. ലാപ്പ് കൊടുക്കേണ്ട ഭാഗങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ഒരു കാരണവശാലും ജോയിന്റ്സിൽ കൊടുക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ്. എവിടെയൊക്കെ ലാപ്പ് കൊടുക്കരുതെന്നാണ് ഈ കോഡ് പറയുന്നത്. ഒന്ന്, ജോയിന്റ്സിൽ നമ്മളൊരു കോളം ബീം ജോയിന്റിൽ ഒരു കാരണവശാലും ലാപ്പ് ചെയ്യരുത്. പലയിടത്തും നമ്മൾ അവിടെ വെച്ച് കണക്ട് ചെയ്യാറുണ്ട്. ദയവായി അവിടെ വെച്ച് ലാപ്പ് ചെയ്യരുത്. ബീമിന്റെ ഡെപ്തിന്റെ എഫക്റ്റീവ് ഡെപ്തിന്റെ 2 ഇരട്ടി സ്പേസിന് ഉള്ളിൽ ഒരു കാരണവശാലും, അതായത് കോളത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ബീം ഡെപ്തിന്റെ 2 ടൈംസിനുള്ളിൽ ഒരു കാരണവശാലും നിങ്ങൾ ലാപ്പ് കൊടുക്കാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്താൽ മൊത്തമുള്ള കമ്പിയുടെ 50%-ലധികം കമ്പി ലാപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ 5 കമ്പി ഉണ്ടെങ്കിൽ അതില് 50%-ന് മുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ ലാപ്പ് ചെയ്യരുത്. നിങ്ങൾ ലാപ്പ് ചെയ്യുമ്പോൾ സ്റ്റാഗർ ചെയ്യാം. ഒരു ലാപ്പ് ലെങ്ത് 1.3 ടൈംസ് ആയിരിക്കണം 2 ലാപ്പ് ലെങ്ത് തമ്മിലുള്ള അകലം വരേണ്ടത്. അപ്പം ലാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ലാപ്പ് ഒഴിവാക്കിയിട്ട് മെക്കാനിക്കൽ കപ്ലേഴ്സ്
ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മെക്കാനിക്കൽ കപ്ലേഴ്സ് ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ IS 16172 ഓർത്തു വെക്കുക. മെക്കാനിക്കൽ കപ്ലേഴ്സിനെ പറ്റി പറയുന്ന പ്രതിപാദിക്കുന്ന IS കോഡാണ് IS 16172. അപ്പോൾ മെക്കാനിക്കൽ കപ്ലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ IS 16172 പ്രതിപാദിക്കുന്ന ആ നിബന്ധനകൾ വെച്ചിട്ട് തന്നെയാകണം നിങ്ങൾ ലാപ്പ് കൊടുക്കേണ്ടത്. സ്റ്റിറപ്പിന്റെ മിനിമം ഡയമീറ്റർ പറയുന്നുണ്ട് ഷാൽ ബി 8 mm അപ് ടു 32 mm ഡയമീറ്റർ. 32ന്റെ കമ്പി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വരെ 8 mm ആയിരിക്കണം. അതിന്റെ മുകളിൽ 32 mm മുകളിൽ കമ്പി ഉപയോഗിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവിടെ മിനിമം ഡയമീറ്റർ ഓഫ് സ്റ്റിറപ്പ് ഷാൽ ബി 10 mm. അപ്പൊ അത് പലപ്പോഴും നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരാറില്ല. അതെല്ലാം IS 13920 ക്ലോസ് 7 ഭാഗമായിട്ട് പറയുന്നുണ്ട്. അടുത്തൊന്ന് ഈ ഒരു ആദ്യത്തെ സ്റ്റിറപ്പ് നമ്മൾ ഇവിടെ വെക്കും. കോളത്തിന്റെ അകത്ത് അല്ലെങ്കിൽ കോളത്തിൽ നിന്ന് എത്ര മാറിയിട്ട് ആദ്യത്തെ സ്റ്റിറപ്പ് വേണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതിലെ കോഡ് പറയുന്നുണ്ട് IS 13920 ക്ലോസ് 6 പറയുന്നുണ്ട് കോളത്തിന്റെ ഫേസിൽ നിന്നും 5 സെന്റിമീറ്ററിന് ഉള്ളിലായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റിറപ്പ്. കോളത്തിന്റെ ഫേസിൽ നിന്നും 5 സെന്റിമീറ്ററിനുള്ളിലായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ സ്റ്റിറപ്പ് വരേണ്ടത്. അപ്പോ അത് പ്രതിപാദിക്കുന്ന IS 13920 ക്ലോസ് 6 3.5.1 അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 2D ഫ്രം എയ്തർ എൻഡ്, അതായത് കോളത്തിൽ നിന്നും ബീമിന്റെ എഫക്റ്റീവ് ഡെപ്ത് 30 ആണെങ്കിൽ 30 സെന്റിമീറ്റർ ആണെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2D, ഇപ്പൊ 60 സെന്റിമീറ്ററിനുള്ളിൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് എന്താകണമെന്ന് പറയുന്നുണ്ട്. കോളത്തിന് ബീമിന്റെ ഡെപ്ത് എഫക്റ്റീവ് ഡെപ്ത് 30 ആണെങ്കിൽ 2 times ഡയമീറ്റർ 30 × 2 60. കോളത്തിന്റെ 2 കോളത്തിന്റെ സൈഡിൽ നിന്നും 60 സെന്റിമീറ്ററിനുള്ളിൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് എന്താകണം എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഡെപ്ത് ഡിവൈഡഡ് ബൈ 4. ഇപ്പൊ 30 സെന്റിമീറ്റർ ആണെങ്കിൽ 7.5 സെന്റിമീറ്ററിന് എക്സീഡ് ചെയ്യാൻ പാടില്ല. ഷാൽ നോട്ട് എക്സീഡ് എന്ന് പറയും. ഇപ്പം 30 സെന്റിമീറ്റർ ആണ് എഫക്റ്റീവ് ഡെപ്ത് എങ്കിലും 7.5 സെന്റിമീറ്റർ 7.5 സെന്റിമീറ്ററിന് മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. 8 times ദ ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ബാർ ഏതാണ് ബീമിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോളത്തിന് ഉപയോഗിക്കുന്ന ആ ബീം ബാറിന്റെ 12ന്റെ കമ്പിയാണ് 12 × 8 അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ പിന്നൊന്നുള്ളത് 100 mm. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് പെർമിറ്റ് ചെയ്തേക്കുന്നത് ഈ 3 കണ്ടീഷൻ. ഒന്ന് ഡെപ്ത് ഡിവൈഡഡ് ബൈ 4, അപ്പൊ 7.5. 8 times ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡൽ ബാർ. ഇപ്പൊ 12 ആണ് 1.2 × 8. പിന്നെ 100 mm. ഇതിൽ ഏതാണോ മിനിമം അത് ആ ഫിഗറിന് മുകളിലേക്ക് നിങ്ങളുടെ ആ സ്റ്റിറപ്പിന്റെ അകലം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കോളത്തിൽ നിന്നും 2 times ഡയമീറ്ററിനുള്ളിലുള്ള സ്റ്റിറപ്പിന്റെ അകലം എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അത് എത്രയാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് IS 13920 ക്ലോസ് 6.3.5 മെൻഷൻ ചെയ്തിരിക്കുന്നത്. റിമൈനിങ് ലെങ്ത് സ്റ്റിറപ്പ് ഷാൽ നോട്ട് എക്സീഡ് D/2. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ എത്രയാണോ ബീം ഡെപ്തിന്റെ പകുതിയിൽ മുകളിൽ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് കൂടാൻ പാടില്ല. ഇപ്പൊ 30 ആണെങ്കിൽ 15 സെന്റിമീറ്ററിന് മുകളിൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ സ്പേസിംഗ് കൂടാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ 2 times ഡെപ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന നടുക്കത്തെ ഇൻ ബിറ്റ്വീൻ സെക്ഷനിൽ ഒരു കാരണവശാലും ആ ഡെപ്തിന്റെ പകുതി 30 സെന്റിമീറ്ററിൽ 15 സെന്റിമീറ്ററിൽ കൂടുതൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ അകലം ഉണ്ടാകാൻ പാടില്ല. ആ ഡെപ്ത് ആണ് ഞാൻ 15 എന്ന് പറയുന്ന ഫിഗർ ഓർക്കണ്ട. ആ ഡെപ്തിന്റെ എത്രയാണോ ആ ഡെപ്തിന്റെ പകുതിയിൽ കൂടുതൽ നിങ്ങളുടെ സ്റ്റിറപ്പിന്റെ അകലം ഉണ്ടാകാൻ പാടില്ല. പിന്നെ സ്റ്റിറപ്പിന്റെ ഹുക്ക് പറയുന്നുണ്ട്. അത് ഹുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളിങ്ങനെ കയറി വളച്ചു വെക്കുമല്ലോ. ആ ഹുക്കിന്റെ അളവ് പറയുന്നത് 6 times ദ ബാർ ഡയമീറ്റർ. 8ന്റെ ആണെങ്കിൽ 8 × 6 അതായിരിക്കണം ആ ലെങ്ത്തിന്റെ ദൂരം. അതല്ല എങ്കിൽ 6.5 സെന്റിമീറ്റർ. ഇതിൽ ഏതാണ് ക്രൂഷ്യൽ ആയിട്ട് വരുന്നത് അത് ഇടുക. ഒന്നുകിൽ 6 times ദ ബാർ ഡയമീറ്റർ അല്ലെങ്കിൽ 6.5 സെന്റിമീറ്റർ. അത് പറയുന്നത് IS 13920 ക്ലോസ് 6.3 അത് പറയുന്നത്. When length of any side link exceeds 300 mm, ഇപ്പൊ സൈഡിലെ ഈ ലെങ്ത് 30 കൂടുതലാണെങ്കിൽ ക്രോസ് ടൈ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ബീം പോകുമ്പോൾ ബീമിന്റെ വിഡ്ത്ത് 50 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പം സ്റ്റിറപ്പ് എടുക്കുമ്പോൾ 2 ക്രോസ് ലിങ്ക്സ് തമ്മിൽ താഴേക്ക് പോകുന്നതാണ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ 2 ലിങ്ക് തമ്മിൽ 40 സെന്റിമീറ്റർ വരിക, കവറിങ് കഴിയുക 50 സെന്റിമീറ്റർ ആണ് ബീം ഇട്ട്. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു ലൂപ്പ് 30 സെന്റിമീറ്റർ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരു ലൂപ്പ് കൂടെ കൊടുക്കണം, സ്റ്റിറപ്പിന് കൊടുക്കണം. അതും ആ കണ്ടീഷന്റെ ക്ലോസ് 7ന്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. മറ്റൊന്നുള്ളത് കോളം ഫൂട്ടിങ്ങിലേക്ക് ചേരുന്ന ഭാഗത്ത് അവിടെ കൺഫൈൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. കോളം ഫൂട്ടിങ്ങിനോട് ചേരുന്ന ഭാഗമുണ്ടെങ്കിൽ ആ ജോയിന്റില് കൺഫൈൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അത് ഒരു 30 സെന്റിമീറ്റർ എങ്കിലും ഫൂട്ടിങ്ങിലേക്ക് എൻട്രി ചെയ്ത് അകത്തേക്ക് കയറി കിടക്കണമെന്ന്
കോഡിൽ പറയുന്നുണ്ട്. സെക്ഷൻ ക്ലോസ് 8 പറയുന്നത്. RCC ഷിയർ വോളും അതെല്ലാം ഞാൻ അങ്ങ് വിട്ടുപോവാണ്. ഞാനും പറഞ്ഞു മടുത്തു. കാരണം നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് എനർജി എനിക്കും കിട്ടിയേനായിരുന്നു. ഇപ്പൊ ഇതൊരു വൺ മാൻ ഷോ പോലെ ആയതുകൊണ്ട് എനിക്കും കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ കുറച്ച് ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ അങ്ങ് മാറ്റിവിടുകയാണ്. ഇത് ഇനി സ്ലം വാല്യൂ, വോയിസ് ക്യൂറിംഗ് ഫാക്ടർ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മനു, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എന്തായാലും ഇനി കുറച്ച് സംശയങ്ങളോ ചോദ്യങ്ങളോ ഒക്കെ ആകാം. കാരണം എന്താ വെച്ചാൽ ഞാനും ഇച്ചിരി ടയർഡായി. കാരണം എനിക്ക് ഫിഗറുകൾ മാത്രമേ സ്ലാബ് കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിലെ കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിന് എടുത്തു തുടങ്ങിയ കുറെ സമയം എടുക്കേണ്ടി വരും. അത് കാരണം അത് കണ്ടിന്യൂസ് സ്ലാബ്, ഈ സിംപ്ലി സപ്പോർട്ടഡ്, അങ്ങനെ കുറെ സപ്പോർട്ട് കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ ആയിട്ടുള്ളത് കവറിങ് തന്നെ. അത് ഞാൻ മുമ്പ് പറഞ്ഞ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള സ്ലാബിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കവറിങ് കൊടുക്കുക. പിന്നെ സപ്പോർട്ട് കണ്ടീഷൻ ആണ് സ്ലാബ്. ഇപ്പൊ ഞാൻ 4 ഭിത്തിയിൽ നിൽക്കുന്ന ഒരു സ്ലാബ് ആണെങ്കിൽ അതിന്റെ സപ്പോർട്ട് കണ്ടീഷൻ അല്ല, ഒരു കണ്ടിന്യൂസ് ഒരു ഭാഗത്ത് വരുന്നത്. ഈ സപ്പോർട്ട് കണ്ടീഷൻ അത് കുറച്ചധികം ഉണ്ട്. ഞാൻ പറഞ്ഞാൽ നമുക്ക് വേറൊരു സെക്ഷനായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, ഒരു ഡൗട്ട് മെസ്സേജ് ചെയ്തിരുന്നു. അത് സുനിമോൻ എന്ന് പറയുന്ന നമ്മുടെ മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞത് ഡിസൈനിന്റെ ഭാഗമായി പില്ലർ സൈസ് കുറച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മിനിമം സൈസ് എങ്ങനെയാകാം? സ്റ്റീൽ എങ്ങനെ? ഡിസൈനിന്റെ ആസ്പെക്ടില് നമുക്ക് ചിലപ്പോൾ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ 20 സെന്റിമീറ്ററിന്റെ പില്ലർ മതി എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ മുമ്പിൽ 2 ചോദ്യങ്ങളുള്ളത്. ഒന്ന്, ഡിസൈൻ പ്രകാരമുള്ള സൈസ് കൊടുത്താൽ മതി, അതോ കോഡ് പ്രകാരമുള്ളത് കൊടുക്കണോ എന്നുള്ളത്. നിർബന്ധമായും പറയുന്നു അവിടെ കോഡിനാണ് പ്രാധാന്യം, നിങ്ങളുടെ ഡിസൈനല്ല. കോഡ് പറയുന്ന മിനിമം ഡയമെൻഷൻ 300 mm അല്ലെ 30 സെന്റിമീറ്റർ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ആ 30 സെന്റിമീറ്ററിന് താഴെയുള്ള ഏത് കോളവും നിയമവിരുദ്ധമാണ്. നിങ്ങൾ ഈ പറഞ്ഞ കോഡിൽ പ്രൊവിഷൻ എഗൻസ്റ്റ് ആണ്. അതുകൊണ്ട് മിനിമം ഡയമീറ്റർ ഓഫ് കോളം, മിനിമം ഡയമെൻഷൻ ഓഫ് കോളം ഷാൽ ബി 30 സെന്റിമീറ്റർ. അതിൽ യാതൊരു മാറ്റം വരത്തില്ല. ഡയമെൻഷൻ അതിൽ കുറവാണെങ്കിൽ പോലും. ഇതിൽ എനിക്കൊരു എക്സാമ്പിൾ വന്നാല്, ഞാൻ പണ്ട് ഗോശ്രീ പാലം ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഞാൻ മദ്രാസ് IIT സ്ട്രക്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്ന സമയത്ത് ഗോശ്രീ പാലം, ഇപ്പൊ പിയറിന് ഒരു മിനിമം ഡയമീറ്റർ കോഡിൽ പറയുന്നുണ്ട്. പിയർ ഷാൽ ഹാവ് ദ മിനിമം ഡയമീറ്റർ ഓഫ് ദിസ്. അപ്പൊ എന്റെ ഡിസൈൻ കഴിഞ്ഞ് എല്ലാ ക്രൈറ്റീരിയയും സാറ്റിസ്ഫൈ ചെയ്തപ്പോഴും എനിക്ക് അതിന് താഴെയുള്ള സെക്ഷൻ പോയി. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അന്ന് കോഡ് എന്താണോ പറയുന്നത് ആ കോഡ് അനുശാസിക്കുന്നത് കൊടുക്കാൻ നിർബന്ധിതനാവുക. ഞാൻ എന്നിട്ട് ചലഞ്ച് ചെയ്തു. കാരണം ബാക്കി എല്ലാ ക്രൈറ്റീരിയയും, എല്ലാ ടെസ്റ്റും, എല്ലാ ലോഡ് കണ്ടീഷൻസും അത് പ്രായോഗികമായിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്താൽ പോലും IS കോഡ് പാലിക്കാൻ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് മിനിമം ഡിസൈൻ വെച്ചിട്ട് ഇതിൽ താഴെ വരുവാണെങ്കിൽ പോലും 30 സെന്റിമീറ്ററിൽ താഴെ പോകാൻ നിങ്ങൾക്ക് അവകാശമില്ല. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 30 സെന്റിമീറ്റർ വെച്ചിട്ട് സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റ് ആ മിനിമം സ്റ്റീൽ പെർസെന്റേജ് കൊടുത്തു മാറാം. സുനിമോന് മനസ്സിലായെന്ന് കരുതുന്നു. സാർ, ഈ ലാപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നേരത്തെ കപ്ലിങ്ങിന്റെ കാര്യം അതുപോലെ ലാപ്പ് ലിങ്കിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ വെൽഡിംഗ് ഉപയോഗിക്കുന്ന രീതിയുണ്ടോ? ഉണ്ട്. അതിനൊരു പ്രത്യേക കോഡുണ്ട്. ഒരു വെൽഡിങ്ങിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്ന കോഡുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം. വെൽഡിംഗ് ജോയിൻസിനെ പറ്റി പറയുന്ന ഒരു കോഡുണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. കാരണം 10-200 കോഡിൽ നിന്ന് റെഫർ ചെയ്തെടുക്കണം. ഇത് വെൽഡിങ്ങിനെ പറ്റി 2 കോഡ് അധികം മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവര് ഒന്നുകിൽ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് നല്ലത് കാര്യം. അല്ലെങ്കിൽ എല്ലാവരും കൂടി നെക്ക് ഓൺ ചെയ്താൽ അതൊരു കൺഫ്യൂഷൻ ആയി മാറും, ഡിസ്റ്റർബൻസ് ആവും. സംശയത്തിന് മറുപടി തന്നതിന് ശ്രീ സുനിമോൻ നന്ദി അറിയിച്ചിട്ടുണ്ട് സാർ. വെൽക്കം. ഓക്കെ. എന്തെങ്കിലും ചോദ്യങ്ങളുള്ളത് കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിനകത്ത് ഇട്ട് തന്നാൽ അത് ഇപ്പോൾ തന്നെ ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കടക്കണം. വേറെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ഹലോ, കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പൊ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക. പിന്നെ പുതിയതായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ ഇത് നിസ്സാരമായിട്ട് 1-1.5-2 മണിക്കൂർ കൊണ്ട് എടുക്കാവുന്ന ക്ലാസ്സുകളല്ല.
നമുക്ക് ഒരു വിപുലമായി ഒരു സക്സസ് ക്ലാസ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് നടത്താം. IS 816 822 വെൽഡിങ്ങിനെ പറ്റിയുള്ളത്. IS 816 822. ശരി സാർ, താങ്ക് യു. ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. 1024-ലും അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. 1024-ലും അത് മെൻഷൻ ചെയ്തു. IS 1024-ലും വെൽഡിങ്ങിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ശിവൻ സാർ, ജോൺ ലൂയിസ് സാർ ഉണ്ട്. ഉണ്ടോ? ജോൺ ലൂയിസ് സാർ ഉണ്ട്. ഷാജി സാർ വന്നിരുന്നു, പക്ഷെ പോയിന്ന് തോന്നുന്നു, ഇപ്പൊ കാണുന്നില്ല. ഷാജി സാർ, അതുപോലെ കുര്യൻ സാർ ലൈവിലുണ്ട്. ആരുണ്ട് ലൈവിൽ? ആരാ? കുര്യൻ സാർ ഉണ്ടോ? കുര്യൻ സാർ പോവാണെന്ന് പറഞ്ഞു. ഉണ്ടല്ലോ. ഞാൻ ഇപ്പോഴും വണ്ടിയെ തന്നെയാണ്. ഞാന് ഹലോ രാവിലെ 8 മണിക്ക് എറണാകുളം പോയതാണ്, ഒരു അടക്കത്തിന് പോയതാണ്. തിരിച്ചു വന്നിട്ട് തിരിച്ച് വണ്ടിയെ വരില്ല. ഇപ്പോഴും വണ്ടിയെ തന്നെയാണ്. സീറ്റ് ബെൽറ്റ് കിടക്കുന്നുണ്ടോ? ബിജുവിന്റെ ക്ലാസ്സിൽ നെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് കേൾക്കാൻ സാധിച്ചു. ബിജു നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ നെറ്റ് കൂടാതെ വില്ലേജ് അസോസിയേഷന്റെ സെക്രട്ടറി കൂടാണ്. വളരെ നല്ല ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. അത് പ്രത്യേകം എന്റെ വക അഭിനന്ദനം ബിജുവിന് അറേഞ്ച് ചെയ്ത DC-ക്കും അറിയിക്കുന്നു. ജോൺ ലൂയിസ് സാർ ഉണ്ട്. ശിവൻ സാർ, ജോൺ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു നടന്നത്. ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ നോളജ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേക അനുമോദനമുണ്ട്. ഇതുപോലുള്ള തുടർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കണമെന്നൊരു ആഹ്വാനമുണ്ട്. നല്ല ക്ലാസ്സുകളായിരുന്നു. സാറിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. വളരെ വേസ്റ്റായിട്ട് ക്ലാസ് എടുത്തു. എല്ലാവർക്കും നന്ദി. പിന്നെ മനു, ഇപ്പൊ വേറെ ആർക്കും സംശയം ഇല്ലെങ്കിലേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്തെന്ന് പറഞ്ഞാല് മനു കൺക്ലൂഡ് ചെയ്തതിന് ശേഷം നമുക്ക് രാജേഷിനെ കൊണ്ട് കൃതജ്ഞത പറയിപ്പിക്കാം. അതിൽ ആർക്കെങ്കിലും എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് കുറിച്ചെടുക്കാം. ഫോൺ നമ്പർ കൊടുത്തേക്കണം. ഫോൺ നമ്പർ കൊടുത്തു സാറേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ഞാൻ അഥവാ ഞാൻ എടുത്തില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. പ്രിൻസിപ്പലിന്റെ ഒരു അഡ്രസ്സ് പറഞ്ഞാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. എന്റെ നമ്പർ 9388910354. 9388910354. ഒരു നമ്പറൂടെ പറയാം, 9463 ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ലെൻസിഫെഡിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് ശിവചേട്ടനോടും എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇത് കോർഡിനേറ്റ് ചെയ്ത മനുവിനോടുള്ള പ്രത്യേകമായ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഇത് എന്തായാലും ഇതുപോലുള്ള ക്ലാസ്സുകൾ ഒത്തിരി പേർക്ക് പ്രയോജനം വരും. പുതിയ സംവിധാനത്തിലൂടെ പഠിപ്പിക്കാൻ എന്നെ പഠിപ്പിച്ച നിങ്ങൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ ഇനി ആർക്ക് സംശയമില്ലെങ്കിലേ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അവസാനം ഇത് കൃതജ്ഞത പറയുന്നതിന് വേണ്ടി ഞാൻ ജില്ലാ ട്രഷറർ ശ്രീ രാജേഷിനെ വിളിക്കുന്നു. കാരണം അത് മറ്റു പലർക്കും പലതും സംസാരിക്കാൻ കാണുമായിരിക്കും. എങ്കിലും ഇപ്പോൾ 12:40 ആകുന്ന സമയം, 10:00 തുടങ്ങിയിട്ട് 12:40 ആകുമ്പോൾ 2.5 മണിക്കൂർ മേളിലായി ഈ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ട്. 1 മണിക്കൂറാണ് അദ്ദേഹം നമ്മൾ ആവശ്യപ്പെട്ടതും തന്നിരുന്നതും. 2.5 മണിക്കൂർ കൂടുതൽ സമയം ഇതിനുവേണ്ടി നമുക്ക് ലെൻസ്ഫെഡിന്, അദ്ദേഹം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹം നമ്മുടെ ലെൻസ്ഫെഡിൻ്റെ മെമ്പറും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സിനോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്തി അദ്ദേഹം ക്ലാസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഇതിനകത്ത് ഉപയോഗിച്ചു. അതുപോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്ര അറിഞ്ഞപ്പം ഈ ഒത്തിരി ആവേശം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് പലർക്കും. ഇത് ക്ലാസ് ഇനിയും തുടർന്ന് നടത്തണം എന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ ഇനിയും ചെയ്യാം. ഇനി നേരിട്ട് കണ്ടുകൊണ്ട് ജില്ലയിലുള്ള മുഴുവൻ മെമ്പർമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സെക്ഷൻ ക്ലാസ് നമുക്ക് നടത്താൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ ട്രഷറർ ശ്രീ രാജേഷിനെ ക്ഷണിച്ചോളൂ. ചേട്ടൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ചേട്ടൻ മൈക്ക് ഇവിടെ അൺമ്യൂട്ട് ആവുന്നില്ല. ഹലോ രാജേഷ്. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ സാർ. കേൾക്കാവോ? പറഞ്ഞോളൂ. അധ്യക്ഷൻ, മറ്റ്
സംസ്ഥാന ജില്ലാതല ഭാരവാഹികളെ, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലെൻസ് സുഹൃത്തുക്കളെ, നമ്മുടെ അറിവിന്റെ മേഖലയ്ക്ക് അപ്പുറത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ നമ്മൾ സംസാരിച്ച നമുക്ക് അറിവ് പകർന്നു ശ്രീ ബിജു സാറിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി, ലെൻസ്ഫെഡ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ അകൈതകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ജില്ലാ സെക്രട്ടറി, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ലെൻസ്ഫെഡ് സുഹൃത്തുക്കൾക്കും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു രാജേഷ്. ഞാൻ ഈ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ജില്ലാ പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് ബാക്കി പങ്കെടുക്കാത്തവർക്ക് അതൊരു വലിയൊരു നഷ്ടമാണെന്നും കൂടെ വിലയിരുത്തുന്നു. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിക്കുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു.